ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്ന് തുടക്കത്തിൽ ഈ പറഞ്ഞ എസ്റ്റിമേഷൻ എന്നുള്ള ഒരു ഇത് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന മൊഡ്യൂൾ. അന്ന് നമ്മുടെ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ DAR അല്ലെങ്കിൽ DSR, ഡൽഹി ഷെഡ്യൂൾ ഓഫ് റൈറ്റ്സും ഡൽഹി അനസ്റ്റർ റൈറ്റ്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ 2013 ആദ്യം അതിന്റെ ഡിജിറ്റൈസേഷൻ ആണ് നിലവിൽ പ്രൈസ് ചെയ്ത്, അതായത് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുക, ഒരു ത്രൂ വർക്ക് ഫ്ലോ കൂടെ ഹയർ ഓഫീസിലേക്ക് അയക്കുക, ബന്ധപ്പെട്ട ലെവലുകളിൽ നിന്നും AS ഉം TS ഉം നേടിയെടുക്കുക. ഇത്രയും മാത്രമായിരുന്നു പ്രൈസ് 1. അതും PWD ബിൽഡിംഗ്സ് വിഭാഗത്തിൽ മാത്രമാണ് അന്ന് ഒരു പൈലറ്റ് ഇതായിട്ട് അന്ന് നമ്മൾ പ്രപ്പോസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു അന്ന്, പെണ്ണമ്മ എന്ന് പറഞ്ഞിട്ട്. മാഡം ഇപ്പോൾ റിട്ടയർ ആയി. അപ്പോൾ മാഡമാണ് ഇതിന് ഒരു ചുക്കാൻ പിടിച്ച വ്യക്തി. അപ്പോൾ മാഡത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവും ഇത് കാര്യങ്ങളും കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയത്. നോർമലി പലപ്പോഴും നമുക്കറിയാം, പലപ്പോഴും പല ഗവൺമെന്റ് സർവീസിലും ഇതുപോലെ പല സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ലക്ഷങ്ങളും കോടികളും കൊടുത്ത്. പക്ഷെ അത് പലപ്പോഴും മുന്നോട്ട് പോകാറില്ല. കുറച്ചാൾ വർക്ക് ചെയ്യും, പിന്നെ അത് പെട്ടിയിൽ അടച്ചു വയ്ക്കുന്നതാണ് പതിവ്. പക്ഷെ ഇവിടെ അതിൽ നിന്നും വിഭിന്നമായിട്ട് പ്രൈസ് 3 എന്തുകൊണ്ടോ മുന്നോട്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും അത് വളരെ വേഗം വളർന്ന് അല്ലെങ്കിൽ പല പല വർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിങ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പറഞ്ഞ പോലെ അത് ചെയ്തു കഴിഞ്ഞ ശേഷം അന്നത്തെ ACS എബ്രാം സാർ, അതായത് ഇന്നത്തെ കിഫ്ബിയുടെ ഒക്കെ ആളായിട്ടിരിക്കുന്ന എബ്രാം സാറും സാറിന് ഒരു ഡെമോ കാണിക്കാനായിട്ട് പെണ്ണ മാഡം ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ സാറിനെ കൊണ്ടൊരു ഡെമോ കാണിച്ചെടുക്കുകയും ചെയ്തു. ഡെമോ കാണിക്കുന്ന സമയത്ത് തന്നെ സാറിന്റെ സീറ്റിൽ നിന്ന് എണീറ്റ് വന്നിട്ട് പുള്ളിയുടെ ഒരു ടെലിവിഷനിൽ കണക്ട് നമ്മൾ കാണിക്കുന്നത്, പുള്ളി ഇത് വാച്ച് ചെയ്യും. പുള്ളി ഉടൻ തന്നെ ഇതെല്ലാ ആദ്യം തന്നെ PWD തന്നെ എല്ലാ വിങ്ങിലും ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ള ആദ്യം തന്നെ ഉത്തരവിടുകയും ചെയ്തു. പിന്നെ 9 എണ്ണായിട്ട് ഫിനാൻസിൽ നിന്ന് ഓർഡേഴ്സ് ഇറങ്ങിക്കൊണ്ടിരുന്നു. അതായത് ഓരോ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റിലും ടൈം ടു ടൈം വെച്ചിട്ട് ഫിനാൻസിൽ നിന്ന് തന്നെ ഓർഡേഴ്സ് ഇറങ്ങുകയും ഓരോരോ ഡിപ്പാർട്ട്മെന്റിലും പ്രൈസ് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പ്രൈസ് 1 നിലവിൽ അന്ന് ഒരു മേജർ 8 എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലും ഒരു മോർ ദാൻ 120, 140 PSUസിലും അന്ന് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ ആദ്യം ഉണ്ടായിരുന്നത് എസ്റ്റിമേറ്റ് പ്രിപ്പറേഷൻ മാത്രമായിരുന്നു. പിന്നീട് അത് മുന്നോട്ട് പോവുകയും പ്രൈസ് 2 എന്നുള്ള ആശയം വരികയും PWDയിൽ പ്രൈസ് 2ന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അത് 2017 സെക്കൻഡ് ഫേസ് എന്നുള്ള രീതിയിൽ പ്രൈസ് 2 സ്റ്റാർട്ട് ആയത്. പിന്നെ അതിന്റെ ഡെവലപ്മെന്റ് വഴി അത് 2019 1 ജൂണിൽ, അതായത് 1/6/2019 പ്രൈസ് 2 PW ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ പ്രൈസ് 2 പിന്നീട് നോക്കുമ്പോൾ നമ്മുടെ അത് കഴിഞ്ഞിട്ട് പ്രീ ടെൻഡർ മൊഡ്യൂൾ, അതായത് നമുക്ക് SPD ജനറേറ്റ് ചെയ്ത് BOQ എടുക്കാനുള്ള മൊഡ്യൂൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോസ്റ്റ് ടെൻഡർ മൊഡ്യൂൾ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ബില്ല് വന്നു, അതുപോലെ തന്നെ എംബുക്ക് വന്നു, ആറി വന്നു. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് പ്രൈസ് 2 സ്റ്റാർട്ട് ആയത് PWDയിൽ. അപ്പോൾ തന്നെ ഫിനാൻസ് ഉടനെ പറഞ്ഞു ഇത് PWD മാത്രം നിർത്തിയാൽ പോരാ, ഇതെല്ലാം എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ NIC പറഞ്ഞത് ഇതൊരു എന്റർപ്രൈസ് വെർഷനായിട്ട് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. 2019 വീണ്ടും പ്രൈസ് 3 എന്നുള്ള രീതിയിലേക്ക് ഡെവലപ്മെന്റ് വീണ്ടും മുന്നോട്ട് പോവുക. അതൊരു 2020-21 ആയപ്പോഴത്തേക്കും PWയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. പിന്നെ 9 എണ്ണായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് പ്രൈസ്, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രൈസ് 1 ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് പ്രൈസ് 1 ഓൾമോസ്റ്റ് സ്റ്റോപ്പായി. അതായത് അതർ എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ ഉൾപ്പെടെ ഓൾമോസ്റ്റ് സ്റ്റോപ്പായ അവസ്ഥയിലാണ്. ഇപ്പോൾ എല്ലാവരും പ്രൈസ് 3ലേക്ക് കൺവേർട്ടായി വരികയും ചെയ്തു. അപ്പോൾ നിലവിൽ പ്രൈസ് 3 ഇപ്പോൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഇംപ്ലിമെന്റേഷൻ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസറ്റ്, അതാണ് ആദ്യം നമ്മൾ പ്രൈസിൽ കൊണ്ടുവരുന്ന ഒരു മെയിൻ ഐറ്റം. അതായത് നമുക്ക് ഓരോ അസറ്റ് ഡാറ്റാബേസ് നമ്മൾ പ്രൈസിൽ PW ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ പല ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ PW നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അസറ്റ് ആൾറെഡി ഡാറ്റാബേസ് നമ്മുടെ കയ്യിലുണ്ട്. അതിന് അഗൻസ്റ്റ് ആണ് നമ്മൾ ഇപ്പോൾ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏത് അസറ്റ് ആണെന്ന് സെലക്ട് ചെയ്തിട്ടാണ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എല്ലാം ഇപ്പോൾ PWയിൽ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു അസറ്റിൽ കഴിഞ്ഞ ഒരു വർഷം എത്ര രൂപയുടെ വർക്ക് നടന്നു എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് ഉടനെ തന്നെ അതിന്റെ ഒരു ഔട്ട് കിട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഹിസ്റ്ററി കിട്ടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ പ്രൈസിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിനാണ് നമുക്ക് ഫയൽ വന്നത്. പിന്നെ ഒരു മൊഡ്യൂളുണ്ട്, തപാൽ എന്ന മൊഡ്യൂളുണ്ട്. അതിപ്പോൾ ഫുള്ളി ഇംപ്ലിമെന്റ് ആയില്ലെങ്കിലും ആൾറെഡി ഡെവലപ്ഡ് ആണ്. അതായത് നമുക്കൊരു നോർമലി നമ്മളൊരു വർക്ക് എപ്പോഴും ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലയന്റിനെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നൊരു ഇനിഷ്യേറ്റീവ് ലെറ്ററോ കാര്യങ്ങളോ എന്തെങ്കിലും വരും. അപ്പോൾ അതിനെ ബേസിലായി നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്ത് എസ്റ്റിമേറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തപാൽ മൊഡ്യൂൾ ഒരു മൊഡ്യൂളുണ്ട്. അതിപ്പോൾ ഫുള്ളി ആയിട്ടില്ല, ഇംപ്ലിമെന്റ് ആയിട്ടില്ല. അത് എന്തായാലും എനേബിൾ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. then അതിലേക്ക് മൾട്ടിപ്പിൾ വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാം. അതിലേക്കാണ് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് നേരത്തെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നല്ല ടോപ്പ് സർവേ വർക്കാണോ, അല്ലെങ്കിൽ ജനറൽ സിവിൽ വർക്കാണോ, അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിസൈൻ വർക്കാണോ, അങ്ങനെ എന്ത് ടൈപ്പ് നാച്ചുറൽ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ആണോ, എന്ത് നാച്ചുറൽ ടൈപ്പ് വർക്ക് ഡിഫൈൻ ചെയ്താണ് ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫയലിൽ തന്നെ ഡിഫറെന്റ് വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാം, ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തായിരിക്കും എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ DPR വരിക. അങ്ങനെ ഒരു മൊഡ്യൂൾ അങ്ങനെ പോകുന്നുണ്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് പ്രീ ടെൻഡർ മൊഡ്യൂളാണ്. അപ്പോൾ അതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെഫിനിറ്റ് വർക്ക് ഫ്ലോയുടെ പോകും. അതിന്റെ AS TS അതെല്ലാം ഫിനാൻസ് നിലവിൽ നിഷ്കർഷിച്ചിട്ടുള്ള ആ ഒരു ഓരോരുത്തർക്കും ഒരു പവർ ഉണ്ടല്ലോ, ആ പവർ എല്ലാം പ്രൈസിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറമുള്ളവരെണ്ണം അപ്രൂവ് ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയത്തുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാം മിക്കവാറും ഉള്ള എല്ലാം നമ്മൾ PWD മാനുവൽ ബേസ് ചെയ്തും നിലവിൽ ഇറക്കിയ ഫിനാൻസിന്റെ ഓർഡേഴ്സിന്റെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസിന്റെ മിക്കവാറും ഉള്ള വർക്ക് ഫ്ലോയ്സും അല്ലെങ്കിൽ അതിന്റെ ഉള്ള ഈ പറഞ്ഞ എന്ത് പറയാൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൂടെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ നേരത്തെ ജോയ് സാർ പറഞ്ഞ പോലെ നമുക്ക് പല ഡിപ്പാർട്ട്മെന്റിലും ചിലപ്പോൾ കസ്റ്റമൈസേഷൻ വേണ്ടി വരും. അതിപ്പം നമ്മളിപ്പോ പറയുന്ന പോലെ ഇപ്പം ചിലയിടത്ത് AE AXE ESC CE അങ്ങനെ നോർമലി ഒരു ജനറൽ ഒരു ടയർ നോക്കണമെങ്കിൽ ഒരു 5 ടയർ ആയിരിക്കും നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ സിസ്റ്റം. ബേസിക്കലി PWD മെജോറിറ്റി ഒരു 90% അങ്ങനെ തന്നെയാണ്. പല ഡിപ്പാർട്ട്മെന്റും അങ്ങനെയാണ്. പക്ഷെ ചിലയിടത്ത് വരുമ്പോഴത്തേക്ക് അത് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ പല ഓഫീസിലും മിസ്സിംഗ് ആയിരിക്കും, ചിലപ്പോൾ സെക്ഷൻ ഓഫീസ്, ചിലപ്പോൾ സബ് ഡിവിഷന്റെ കൂടെ ആയിരിക്കും, ചിലപ്പോൾ ഡിവിഷനിൽ തന്നെ ആയിരിക്കും, ചിലപ്പോൾ എല്ലാ ഓഫീസിനും ക്ലബ് ചെയ്യുക. PWD ചില പുതിയ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പുതിയ വിങ്ങുകൾ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് കുറച്ച് കസ്റ്റമൈസേഷൻ വേണ്ടി വരും. അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്താണ് അവിടുത്തെ വർക്ക് ഫ്ലോ എന്നുള്ളത് NICക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കണം. അപ്പൊ നിലവിൽ ആ രീതിക്കാണ് അതെല്ലാം ചെയ്യാൻ പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രൈസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നിലവിൽ പ്രൈസ് 3 എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ പ്രീ ടെൻഡർ മൊഡ്യൂൾ, അതിനകത്ത് ഇപ്പം SPD NIT അതുപോലെ BOQ ഇതെല്ലാം ജനറേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് ടെൻഡർ മൊഡ്യൂളിലാണ് നമുക്ക് LMR കമ്പാരിസണും കാര്യങ്ങളൊക്കെ. അതാണ് ഏറ്റവും വലിയ കീറാമുട്ടിയായിട്ട് ഇപ്പോഴും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ചില പഴയ വർക്കൊക്കെ ഉണ്ട്. അതായത് ഇപ്പോഴും പ്രൈസിൽ ചെയ്യാതെ മാനുവലായിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പം റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്യുന്ന വർക്കുകൾ അത് പ്രൈസിലായിട്ടില്ല നിലവിൽ. അതായത് പഴയ SORൽ ചെയ്യേണ്ട വർക്കുകളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇപ്പോഴും മാനുവലായിട്ടാണ് ചെയ്തത്. അപ്പൊ അതിന്റെയൊക്കെ LMR ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലപ്പോഴും നേരത്തെ പലരും പ്രൈസിൽ വലിയ താല്പര്യം കാണിക്കാത്ത ആൾക്കാരും ഇപ്പോൾ പ്രൈസ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പഴയ രീതിയിൽ വർക്ക് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ LMR ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മാസങ്ങൾ എടുക്കുന്ന പ്രോസസ്സാണ്. ഇതൊക്കെ വെച്ചാൽ ഇപ്പൊ നിലവിൽ പ്രൈസിൽ വിത്തിൻ 9 മിനിറ്റ് നമുക്ക് LMR കമ്പാരിസൺ കിട്ടുന്നുണ്ട്. പണ്ട് LMR എന്ന് പറയുന്നത് പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ഒരു പറയാമല്ലോ, നമ്മളിപ്പോൾ ഒരു പബ്ലിഷ്ഡ് ഒരു സെൻട്രലൈസ്ഡ് റേറ്റ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും ഒരു ടെൻഡർ ഒരു കോട്ട് 10% എബോ അല്ലെങ്കിൽ 15% എബോ കോട്ട് ചെയ്താൽ അതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും LMR ഉണ്ടാവുക. അടുത്ത ആൾ 25 എബോ കോട്ട് ചെയ്താലും അതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും LMR ഉണ്ടാവുക. ഒരേ സെക്ഷനിൽ തന്നെ ചിലപ്പം വരുന്ന LMRൽ ഡിഫറെന്റ് റേറ്റ് ആയിരിക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആർക്കും അതിനകത്ത് ഒരു കൈകടത്തി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സിസ്റ്റം ജനറേറ്റ് ചെയ്യും. നമ്മൾ എന്താണോ ഉള്ളത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. LMR അറിയാം എല്ലാവർക്കും, എല്ലാ പോർട്ടലിലും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ്സ് ഡിവിഷൻ തന്നെ പബ്ലിഷ് ചെയ്യുക. അതിനകത്ത് എല്ലാ ഇമാരുടെയും പ്രസൻസ് ഉണ്ടാവും. അത് വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളുടെ ഇമാർ അതിനകത്ത് മെമ്പേഴ്സാണ്. അവരെല്ലാം കൂടെ ചേർന്നാണ് LMR പബ്ലിഷ് ചെയ്യുക. അത് പ്രൈസിൽ ഓട്ടോമാറ്റിക് അപ്ലോഡ് ആകും. അതിനനുസരിച്ച് സിസ്റ്റം ജനറേറ്റ് ചെയ്യുകയും ചെയ്യും LMR. ആർക്കും ഒന്നും അതിനകത്ത് അഡീഷണൽ ഒരു വർക്ക് ചെയ്യേണ്ടതില്ല. വിത്തിൻ എ മിനിറ്റ് തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് LMR ജനറേറ്റ് ചെയ്ത് ഓരോ റേറ്റിന്റെ കമ്പാരിസനും പിന്നെ കോൺട്രാക്റ്റായിട്ട് നെഗോഷിയേഷൻ, അതായത് എല്ലോണായിട്ട് മാത്രമേ നെഗോഷിയേഷൻ പാടുള്ളതാണ് നമ്മുടെ നിലവിലുള്ളത്. അതും നിലവിലൊരു പ്രൈസിനെ കൂടാതെ തന്നെ ഒരു കോൺട്രാക്ടേഴ്സ് പോർട്ടൽ എന്നൊരു പോർട്ടലുണ്ട്. പലരും വിളിക്കുമ്പോൾ പലപ്പോഴും അതിനെയും പ്രൈസ് തന്നെ വിളിക്കുന്നുണ്ട് പലരും. പക്ഷെ ആക്ച്വലി അതൊരു കോൺട്രാക്ടേഴ്സ് പോർട്ടലാണ്. അപ്പോൾ ഓഫീസേഴ്സ് എല്ലാം കയറുന്ന പ്രൈസിലും അതുപോലെ തന്നെ അടുത്തൊരു പോർട്ടൽ എന്ന് പറയുന്നത് കോൺട്രാക്ടേഴ്സ് പോർട്ടലാണ്. അത് കോൺട്രാക്ടേഴ്സ് കയറാനായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അതിലേക്ക് അവർക്ക് അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ ഇവിടെ നിന്ന് നെഗോഷിയേഷൻ വേണ്ടിയിട്ട് കോൺട്രാക്ടേഴ്സ് പോർട്ടലിലേക്ക് അയച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ടേഴ്സിന് അവിടെ നെഗോഷിയേറ്റ് ചെയ്ത് തിരിച്ചയക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഒരു ജനറലായിട്ട് പറയണമെങ്കിൽ ഈ പ്രൈസ് തുടങ്ങിയപ്പോൾ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൈസിനെ ഒരു പേപ്പർലെസ്, അതായത് വർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊണ്ടുവരികയും ഒരു പേപ്പർലെസ് സിസ്റ്റമായി കൊണ്ടുവരികയും രണ്ടാമത്തേന്ന് പറയുന്നത് കോൺട്രാക്ടറെ ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു. അതായത് കോൺട്രാക്ടർ ഓഫീസിലേക്ക് വരേണ്ട ആവശ്യമില്ല. കോൺട്രാക്ടർ ഉണ്ടെങ്കിൽ സൈറ്റിൽ പോവുക, വർക്ക് ചെയ്യുക എന്നുള്ളതിന് കോൺട്രാക്ടർ ഒരു കാര്യത്തിൽ നമ്മുടെ ഓഫീസിലേക്ക് വരാതെ നമുക്ക് എങ്ങനെ ഈ പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ള ഒരു ചിന്തയും കൂടെ മുന്നിൽ കണ്ടാണ് ഈ ഡെവലപ്മെന്റ് സ്റ്റാർട്ടിങ് മുതൽ മുന്നോട്ട് പോയത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ എഗ്രിമെന്റ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഇതിലേക്ക് വരാത്തത്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്ടർ നമ്മൾ എന്താവശ്യം ഇത് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആവശ്യത്തിനും പ്രൈസിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ല. നിലവിൽ ഇപ്പോൾ അതും ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഓൾമോസ്റ്റ് പറഞ്ഞാൽ ഒരു 90% ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് 1 ലക്ഷം വരെ നമ്മുടെ ഈ സ്റ്റാമ്പ് വാല്യൂ ഉള്ളൂ മാക്സിമം 200 to 1 lakh. അപ്പോൾ നിലവിൽ നേരത്തെ ഈ രജിസ്ട്രേഷൻ തുടങ്ങിയപ്പോൾ 1 lakhന് മുകളിലുള്ള സ്റ്റാമ്പ് പേപ്പേഴ്സ് ആയിരുന്നു നിലവിൽ രജിസ്ട്രേഷൻ വേണ്ടിയിട്ട് ആൾറെഡി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ പുതിയ ജിയോ വന്നിട്ടുണ്ട്, 1 lakhന് താഴെ ഉള്ളതും നമുക്ക് ഈ സ്റ്റാമ്പിലേക്ക് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനിയിപ്പോൾ പ്രൈസിൽ അത് പാലോന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് A to Z കാര്യങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ കഴിയും. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോസ്റ്റ് ടെൻഡർ കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമുക്ക് LO ഇഷ്യൂ ചെയ്യുന്നത് അതും ഇപ്പോൾ സിസ്റ്റം ജനറേറ്റഡ് ആണ്. അത് നേരെ നമുക്ക് കോൺട്രാക്ടേഴ്സ് ഓൺലൈനായിട്ട് തന്നെ അയക്കാം.
അത് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റാമ്പ് വരുന്നത്. ഈ സ്റ്റാമ്പ് ഇപ്പോൾ നമുക്കില്ല, എഗ്രിമെന്റ് ഇപ്പോൾ മാനുവലായിട്ട് കോൺട്രാക്ട് ഓഫീസിൽ നിന്ന് വെക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സൈറ്റ് ആൻഡ് ഓവർ, അതും നിലവിൽ അങ്ങനെ മുടി പ്രൈസിലുണ്ട്. അതും നിലവിൽ നേരെ കോൺട്രാക്ട് നമ്മൾ ആരാണോ എഗ്രിമെന്റ് അതോറിറ്റി അവിടെ നിന്ന് നേരെ കോൺട്രാക്ട് അയച്ചു കൊടുക്കും. അപ്പോൾ കോൺട്രാക്ടാണ് ആക്ച്വലി ടേക്ക് ഓവർ ചെയ്യേണ്ടത് സൈറ്റ്. എഗ്രിമെന്റ് വെച്ച് 10 ദിവസത്തിനകത്ത് ടേക്ക് ഓവർ ചെയ്യണം, ഇല്ലെങ്കിൽ 10 ദിവസത്തിനകത്ത് ടേക്ക് ഓവർ ചെയ്തിട്ട് സിസ്റ്റം കണക്കാക്കും. അത് കഴിഞ്ഞ് തിരിച്ച് ആരാണോ കൺസെന്റ് ചെയ്യും അയാൾക്ക് അയച്ചു കൊടുക്കും സൈറ്റ് ആൻഡ് ഓവർ, അയാൾ അത് കൗണ്ടർ സൈൻ ചെയ്യും. അതാണ് സൈറ്റ് ആൻഡ് ഓവറിന്റെ നിലവിലുള്ള ഒരു ഓപ്ഷൻ. പിന്നെ അത് കഴിഞ്ഞ് ഹിൻഡ്രൻസ് രജിസ്റ്റർ, ഇതിന്റെ കൂടെ തന്നെ ഹിൻഡ്രൻസ് രജിസ്റ്റർ അതും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈറ്റിൽ എന്തെങ്കിലും ഹിൻഡ്രൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നേരത്തെ അല്ലെങ്കിൽ എൻട്രി ചെയ്ത് നേരത്തെ കൂട്ടി തന്നെ കൺസേൺ അതോറിറ്റിയുടെ അപ്രൂവൽ വാങ്ങി വയ്ക്കാം. പലപ്പോഴും നമ്മൾ ചെയ്യുക സൈറ്റ് ആൻഡ് പെർഫോമ എക്സ്റ്റൻഷൻ വേണ്ടി പോകുമ്പോഴായിരിക്കും നമ്മൾ ഹിൻഡ്രൻസ് പറ്റി പറയുക. അപ്പോൾ പഴയ പല കാര്യങ്ങളും പലതും എക്സാജറേറ്റഡ് ആയിട്ട് പറയും. ഇപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ടൈംലി നമുക്ക് എന്ത് ഹിൻഡ്രൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് എൻട്രി ചെയ്ത് കൺസേൺഡ് ഹയർ അതോറിറ്റിയുടെ അപ്രൂവൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കൃത്യമായിട്ട് സിസ്റ്റം അത് ഹിൻഡ്രൻസ് ഡേയ്സ് എല്ലാം TOCയുടെ അഡീഷണൽ ഡേയ്സ് ആയിട്ട് കണക്കാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് EM ബുക്കാണ്. EM ബുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത് സെർവർ ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഡേറ്റ് കാര്യങ്ങളെല്ലാം എന്താണോ നമ്മുടെ അന്നത്തെ ആക്ച്വൽ ഡേറ്റ് അത് മാത്രമേ സിസ്റ്റത്തിനകത്ത് വീഴത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ കൺസീൽഡ് മെഷർമെന്റ്സ് അതുപോലെ പ്രീ മെഷർമെന്റ്സ് അതൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റകളിൽ തന്നെ ഇട്ടു പോകണം. അത് പിന്നീട് ഒരു ബാക്ക് ഡേറ്റിൽ നമുക്ക് ഇടാൻ കഴിയത്തില്ല. അപ്പോൾ അതാണ് EM ബുക്ക്. അപ്പോൾ അതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ സാറ് പറയുമായിരിക്കും. പിന്നെ അത് ഈ ബില്ലും അതുപോലെ തന്നെ നമുക്ക് എന്താണോ നമ്മുടെ നിലവിൽ നേരത്തെ ഉള്ള ബില്ലിംഗ് സിസ്റ്റം അതുപോലെ തന്നെ പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ എക്സൽ ഉപയോഗിച്ചും അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ കാർബൺ കോപ്പി വെച്ചൊക്കെ എസ്റ്റിമേറ്റും പലതും തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ബിൽ കോപ്പി വരെ എഴുതിക്കൊണ്ടത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ബില്ലിംഗ് എന്ന് പറയുന്നത് ഒറ്റ ക്ലിക്കിൽ, അതായത് വിത്തിൻ ലെസ് ദാൻ 1 മിനിറ്റ് നമുക്കൊരു ബില്ല് ജനറേറ്റഡ് ആയിരിക്കും. പണ്ടൊക്കെ നമ്മുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് ചെയ്യാൻ കുറച്ച് സമയം, അതായത് ഓർച്ചിർമറൊക്കെ ബില്ല് എടുക്കുക, മെഷർമെന്റ് എടുക്കുക, പോയി മെഷർമെന്റ് എടുത്ത് അതിനെ ഷേപ്പ് ചെയ്ത് പിന്നെ അതിനെല്ലാം നമ്മൾ പകർത്തി എഴുതി ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് സ്പെസിഫിക്കേഷൻ എഴുതാനായിരിക്കും. അപ്പോൾ ഇതെല്ലാം എയുടെ കൈപ്പടയിൽ എഴുതുന്ന ആവശ്യമുള്ളതുകൊണ്ട് വർക്കുള്ള എയ്മാർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ആ പറഞ്ഞ നമ്മൾ സ്പെസിഫിക്കേഷൻ എഴുതുന്ന സംഗതിയില്ല. നമുക്ക് ഒറ്റ ഇതേ ഉള്ളൂ, ഒരു ടൈംലി എപ്പോഴാണ് നമ്മൾ തന്നെയാണ് മെഷർമെന്റ് എടുക്കുന്നത്, നമ്മളതൊരു ടൈംലി മെഷർമെന്റ് എടുത്ത് നമുക്ക് കൺസീൽഡ് മെഷർമെന്റ് മാത്രമേ ഇഷ്യൂ ഉള്ളൂ. വിസിബിൾ മെഷർമെന്റ് നമുക്ക് എന്ന് വേണം എഴുതാം. അപ്പോൾ ഈ കൺസീൽഡ് മെഷർമെന്റും പ്രീ മെഷർമെന്റും ടൈംലി നമുക്ക് എടുത്തു പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബർഡനും ഇല്ലാതെ തന്നെ നമുക്ക് ടൈംലി ബില്ല് നമുക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷനാണ് അതിനകത്തുള്ളത് റീകാസ്റ്റും റിവേഴ്സ്ഡും. നമുക്കറിയാം റീകാസ്റ്റ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് വെച്ചതിന് ശേഷം എസ്റ്റിമേറ്റിൽ വരുന്ന ചേഞ്ചുകളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യുക. റീകാസ്റ്റ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് വെക്കുന്നതിന് മുന്നേ, അതായത് TS കൊടുത്തതിന് ശേഷം എഗ്രിമെന്റ് വെക്കുന്നതിന് മുന്നേ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് റീകാസ്റ്റ്. അപ്പോൾ റീകാസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പഴയ TS ക്യാൻസൽ ആയിട്ട് പുതിയ അതിന് അഗൻസ്റ്റ് തന്നെ പുതിയ TS മാർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റിൽ എഡിറ്റ് ചെയ്ത് എന്തുവേണോ ചേഞ്ചസ് വരുത്താം. പക്ഷേ റിവേഴ്സ്ഡ് അങ്ങനെയല്ല, ഒൺസ് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ആയിട്ട് മാത്രമേ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ പുതിയ നിലവിലുള്ള എസ്റ്റിമേറ്റിനെ എഡിറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ കഴിയത്തില്ല. ഇത് രണ്ടുമാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ ഇപ്പോൾ ഒരു QC മൊഡ്യൂളും പ്രൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി കൺട്രോൾ, അപ്പോൾ ഇപ്പം PWD ക്വാളിറ്റി കൺട്രോൾ ഒരു വിങ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇൻറ്റിമേഷൻ കൊടുക്കാനും അവർക്ക് ഒന്ന് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യാനും അവരുടെ ടെസ്റ്റ് റിസൾട്ടൊക്കെ അപ്ലോഡ് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ടുള്ളൊരു QC മൊഡ്യൂൾ നിലവിൽ പ്രൈസിൽ ആൾറെഡി ഇംപ്ലിമെന്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ജനറലായിട്ട് പ്രൈസിനകത്തുള്ള മൊഡ്യൂൾസ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ററാക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ ഞാൻ ഇവിടെ മറുപടി പറയാം. ഒരു 5 മിനിറ്റ് എന്തെങ്കിലും സാറിന്റെ ആദ്യകാല അനുഭവങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ, എന്തെങ്കിലും ചോദിക്കാം, അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള മൊഡ്യൂൾസ് നിങ്ങളിപ്പോൾ എല്ലാവരും വർക്ക് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന പോരായ്മയോ അല്ലെങ്കിൽ സജഷൻസോ അത് ഞാൻ വേണമെങ്കിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതും നിലവിലുള്ള പ്രൈസ് ടീമിൽ ഹാൻഡ് ഓവർ ചെയ്ത് നമുക്ക് അത് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റായിരിക്കും, ചിലപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയതിന് മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മയായിട്ടോ അല്ലെങ്കിൽ നിലവിലുള്ള ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ അല്ലയോ, അല്ലെങ്കിൽ ഇതൊരു തെറ്റാണോ എന്നുള്ളൊരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നലോ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം. പറഞ്ഞു സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. ഇപ്പൊ ആറിയുടെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മള് അതിന് വേണ്ടി ആറി എന്നുള്ള, അപ്പൊ നമുക്ക് 125% എബോ ഒക്കെ വന്നാലും അത് ആറിയെ തന്നെ ആവല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അതെ സാറേ,
പറഞ്ഞപ്പോ ആ വിഷയം പറഞ്ഞില്ല, പിന്നെ നമുക്ക് അല്ല സാർ, നമ്മൾ 125 മാത്രം നിർത്തണ്ട. ഇപ്പൊ നിലവിൽ അവിടെ 100, അതായത് ഇപ്പം അബ്നോർമലി ഹൈക്കോർട്ടഡ് ഐറ്റം ആണെങ്കിൽ 100% മുകളിൽ പോയാലും അത് എക്സസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ അതിനും എക്സസ് റേറ്റ് എന്നുള്ള രീതിയിലാണ് ഫിക്സ് ചെയ്യുന്നത്. നോർമൽ ഐറ്റങ്ങളാണെങ്കിൽ 120% മേളിലുള്ളതിനാണ് എക്സസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ RIയിൽ എക്സസ് ആണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ആണെങ്കിൽ നമ്മൾ എന്താണോ നിലവിൽ റൂൾസ് പറഞ്ഞിരിക്കുന്നത് ആ റൂൾസ് പ്രകാരമുള്ള, ഇപ്പം എക്സസ് ആണെങ്കിൽ 3 റേറ്റ് പ്രിപ്പയർ ചെയ്യും, അതിൽ ലീസ്റ്റ് എടുക്കും. എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ 2 ഡേറ്റ പ്രിപ്പയർ ചെയ്യും, അതിന്റെ ലീസ്റ്റ് എടുക്കും. അതെല്ലാം സിസ്റ്റം തന്നെ ചെയ്തോളും. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഡേറ്റ് കൊടുത്താൽ മതി. നമുക്ക് ഇതിനകത്ത് ഒരു ഡൗട്ട് എനിക്കുള്ളത്, ആ. നമ്മളത് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ GS റേറ്റ് വെച്ചിട്ടൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവും, ഇന്ത്യൻ റേറ്റ് വെച്ചിട്ടുണ്ടാവും. ആ. ഇത് നമുക്ക് LMR വെച്ചുള്ള ഒരു പോർഷൻ പ്രത്യേകിച്ച് എക്സ്ട്രായിട്ട് എക്സ്ട്രാ 125 അതുപോലൊക്കെ വരുമ്പം ഈ LMR വെച്ചായിരിക്കുമല്ലോ റേറ്റ് ഫൈനലൈസ് ചെയ്യും. അതെ. അപ്പൊ അത് വരാറില്ല. അതെങ്ങനെയാണ്? ക്ലിയർ അല്ലേ സർ? ക്ലിയർ ആയില്ല. ഇപ്പൊ നമുക്ക് റിവേഴ്സ് എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴേ നമുക്ക് വരുന്ന കമ്പാരിസൺ TS റേറ്റ് വെച്ചും എഗ്രിയർ റേറ്റ് വെച്ചിട്ടാണ് വരുന്നത്. സാർ, നമുക്ക് നിലവിലുള്ളത് ഇപ്പൊ എക്സസിന്റെ കേസ് പറയുകയാണെങ്കിൽ TS റേറ്റ് +or- 10 വേരിയേഷൻ. TS റേറ്റ് മാത്രമായിട്ടില്ല, TS റേറ്റ് +or- 10 വേരിയേഷൻ, പിന്നെ ക്വാർട്ടർ റേറ്റ്, പിന്നെ LMR റേറ്റ്. ഇതിൽ ലീസ്റ്റ് ചെയ്താണോ അതായിരിക്കും എക്സസിന്. എക്സസിന് മാത്രം. അതെ. അങ്ങനെ അവിടെ ക്വാർട്ടർ ഇല്ല, മറ്റേ രണ്ടിന്റെ ലിസ്റ്റ്. TS റേറ്റ് +or- 10 വേരിയേഷൻ, പിന്നെ LMR അത് ലീസ്റ്റ് ചെയ്താണോ അതായിരിക്കും എക്സ്ട്രാ ആയിട്ട് ഇതിന് വരിക. പിന്നെ ഈ 10 വേരിയേഷൻ അപ്ലൈ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് റേറ്റിന് 2 വേരിയേഷൻ അപ്ലൈ ചെയ്യത്തില്ല. അതൊന്ന് ശ്രദ്ധിച്ചോളുക. പലപ്പോഴും പല ആൾക്കാരും വിളിച്ചിട്ട് നമുക്ക് 10 വേരിയേഷൻ അപ്ലൈന്റെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സ്ട്രാ ഐറ്റത്തിലോ അല്ലെങ്കിൽ ഇതിനകത്ത് MR ഉണ്ടെങ്കിൽ മാർക്കറ്റ് റേറ്റിന് 10 വേരിയേഷൻ അപ്ലൈ ചെയ്യത്തില്ല. മാർക്കറ്റ് റേറ്റ് കഴിച്ചുള്ളതിനായിരിക്കും 10 വേരിയേഷൻ അപ്ലൈ ചെയ്യുക, അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ EM ബുക്ക് ആണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക്. ഇൻട്രൊഡക്ഷൻ അതിൻ്റെ കൂടെ വെച്ചതാണ്. അതും കൂടെ കേട്ടതിന് ശേഷം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവസാനം ചോദ്യങ്ങൾ ചോദിക്കാം. ഷിഹാബ് അടുത്ത ഇതിന്റെ ബാക്കിയുള്ള സെഷന് വേണ്ടി ഷിഹാബിനെ ക്ഷണിക്കും. മ്യൂട്ട് മാറ്റും. താങ്ക് യു ഷാൻ സാർ ആൻഡ് ജോയ്. എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. നമുക്കിപ്പോ ഇതിനകത്ത് ഇപ്പൊ 71 പേരാണുള്ളത്, 79 പേര്. അപ്പം ഒരു ജോയ് സാറേ, ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ EM ബുക്ക് എന്നുള്ള ടോപ്പിക്കിൽ മാത്രം പോയാൽ മതിയോ, അതേ ഒരു എങ്ങനെയാണ് ഓഡിയൻസിന്റെ പൾസ്, എങ്ങനെ സെഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുള്ളതാണ്. എല്ലാവരും പുതിയ ആൾക്കാരാണ്. ഫ്രം ഫണ്ടമെന്റൽസ് നമുക്ക് തുടങ്ങുന്ന EM ബുക്ക് വെച്ചിട്ട്, EM ബുക്കിൽ ഊന്നി നമ്മൾ തുടങ്ങിയിട്ട് അതിന് മുമ്പുള്ള എസ്റ്റിമേഷൻ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ നല്ലതായിരുന്നു. എന്തായാലും EM ബുക്ക് നമ്മൾ ടൈറ്റിൽ ഇട്ടത് കൊണ്ട് EM ബുക്ക് എല്ലാവരും എന്തായാലും ഫസ്റ്റ് ഡേ മുതൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ വരുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്, അവരതെങ്ങനെ എസ്റ്റിമേഷൻ പഠിച്ചാൽ മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് പറയുക. എന്നിട്ട് എസ്റ്റിമേഷൻ എങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളതാണ്. അത് ഓഡിയൻസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് ഹൗ ടു പ്രിപ്പയർ എസ്റ്റിമേറ്റ് എന്നുള്ള ബേസ് റൂട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണോ, അതോ EM ബുക്കിൽ മെഷർമെന്റ് എങ്ങനെ എൻറ്റർ ചെയ്യണം എന്നുള്ളതാണോ? അതാണ് നമ്മുടെ ചോദ്യം. പറഞ്ഞോ സാർ. ഫണ്ടമെന്റൽസ് തൊട്ട് തുടങ്ങായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, കുറച്ച് ഉപകാരപ്രദമായേനെ. ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽസ് തൊട്ട് എസ്റ്റിമേഷൻ എടുത്തിട്ട് അതിന്റെ EM ബുക്ക് എങ്ങനെ ഇത് കൂടെ അങ്ങനെ പറഞ്ഞു പോകുന്ന മതിയായി. കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് നല്ലത്. കാരണം പുതിയ ആൾക്കാർക്ക് കാണണല്ലോ നമ്മൾ പ്രവർത്തി കൊടുക്കേണ്ടത്. ഓക്കെ, ശരി. സീനിയേഴ്സൊക്കെ അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കുക വായിക്കുന്നുള്ളത്. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പെർമിഷൻ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്.
പ്രൈസിന്റെ സ്ക്രീനാണോ വന്നിട്ടുള്ളത്? അല്ല. ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടല്ലോ ജോയ് സാറേ. ഹലോ. കുഴപ്പമില്ല, ചെയ്താൽ മതി. അല്ല, ഞാന് മറ്റേ വിൻഡോസ് അല്ല, വിൻഡോസ് ഷെയറിംഗ് ബൈ വിൻഡോസ് ആണോ ചെയ്തത്? ക്രോം ടാബ് എടുത്തിട്ട് അത് കിട്ടുന്നില്ല. നേരത്തെ ഒരു ഷെയറിംഗ് വന്നല്ലോ. അത് പക്ഷേ ഇതാണ് വന്നത്, ഇതേ സ്ക്രീൻ തന്നെയല്ലേ ഷെയർ ചെയ്ത് വന്നത്? ഈ സെയിം സ്ക്രീനിലല്ലേ ഷെയർ ചെയ്ത് വന്നത് ഇപ്പോ? അതാണ്. ക്രോം ടാബില് വിൻഡോ ഷെയർ ചെയ്താൽ മതി. വിൻഡോ അല്ല, ഇപ്പൊ സാർ എടുത്തോ വന്നല്ലോ സാർ. നെക്സ്റ്റ് ടാബ് എടുത്തപ്പോ വന്നായിരുന്നു, പ്രൈസ് വന്നിരുന്നു. വന്നിരുന്നോ? വന്നിരുന്നു. ഒന്നുകൂടെ ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ടാബ് എടുത്തോ സാർ. മോളിൽ നെക്സ്റ്റ് ടാബ്. ഓക്കെ കിട്ടിയോ? ഇപ്പൊ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പോ നമ്മള് എപ്പോഴും പ്രൈസ് വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ പ്രൈസ് 3 പ്ലാൻ ചെയ്തത്. അതായത് നമുക്ക് പ്രൈസ് 1 നമുക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രത്യേകിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാനല് ഇല്ലായിരുന്നു. പക്ഷെ പ്രൈസ് 3 വന്നപ്പോഴേക്ക് 2 യൂണിറ്റ് പ്രൈസ് പ്രിപ്പയർ ചെയ്ത ആളുകൾ അതിനെ തയ്യാറാക്കിയിരുന്നു. അതായത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെമോ വെർഷനും ലൈവായിട്ട് നമ്മുടെ എസ്റ്റിമേഷനും കാര്യങ്ങളും നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈവ് വെർഷനും, അങ്ങനെയായിരുന്നു പ്രൈസ് 3 ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഡെമോ വെർഷനാണ്. അതായത് നമുക്ക് ഈ പ്രൈസ് 3 എന്ന് പറയുന്നത്, നമുക്ക് മുമ്പ് പ്രൈസ് 1 എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ ഡിലീറ്റ് ചെയ്യാൻ കാര്യം, ഈ എസ്റ്റിമേഷനും TS വരെ നമ്മൾ പ്രൈസ് 1 പോകുന്നുള്ളായിരുന്നു. TS കഴിഞ്ഞാൽ നമ്മൾ പ്രൈസിന്റെ വഴിക്കും വിട്ടു, വർക്കിന്റെ വഴിക്കും വിട്ടു. പ്രൈസ് 3 വന്നപ്പോഴേക്ക് അങ്ങനല്ല. ഒരു വർക്കിനെ ഒറിജിനേറ്റ് ചെയ്ത് ആ വർക്കിനെ ക്ലോസ് ചെയ്യുന്നത് വരെയുള്ള എന്തൊക്കെ പ്രോസസ്സ് ഉണ്ടോ, നമ്മുടെ ഷാൻ സാർ നേരത്തെ പറഞ്ഞ എന്തൊക്കെ പ്രോസസ്സുകളുണ്ടോ, ഈ പ്രോസസ്സുകളെല്ലാം നമ്മുടെ പ്രൈസ് 3 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇടയ്ക്ക് എവിടെ വെച്ചിട്ടും പ്രൈസ് 3 നമ്മളെ വിട്ടിട്ട് പോകത്തില്ല. ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വർക്കിന്റെ ഫൈനൽ മെഷർമെന്റ് എഴുതി, മെഷർമെന്റ് ക്ലോസ് ചെയ്ത് ഫൈനൽ ബില്ല് എഴുതുന്നത് വരെ, ഫൈനൽ ബില്ല് എഴുതി പേയ്മെന്റ് റിലീസ് ചെയ്യുന്നത് വരെ പ്രൈസ് 3 ആ വർക്കിന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ലൈവ് വെർഷനിൽ നമ്മൾക്ക് ചുമ്മാതെ കയറി ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നല്ലതല്ല. ഒരു ലൈവ് വെർഷനിൽ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു AS വെച്ചിട്ടായിരിക്കും നമ്മൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് 3 ഡെമോ വെർഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡെമോ വെർഷനിലാണ് നമ്മളിപ്പോ ഈ പഠനം കൊണ്ടുപോകുന്നത്. ഞാനിപ്പോ കാണിക്കുന്ന ഒരു സ്ക്രീൻ നിങ്ങൾ കാണാമല്ലോ, നമ്മൾ സാധാരണ കാണുന്ന പ്രൈസിന്റെ സ്ക്രീൻ തന്നെയാണ്. പക്ഷേ ഈ പ്രൈസിന്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു വലിയ അറിവിന്റെ കലവറ തന്നെയാണ്. ഈ പ്രൈസിന്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്, ഇവിടെ ആദ്യമായിട്ട് ഇവിടെ പ്രൈസ് 3 കൊടുത്തിട്ടുണ്ട്, അതിനപ്പുറത്ത് പ്രൈസ് 1 കൊടുത്തിട്ടുണ്ട്, അതിനപ്പുറത്ത് അനലിറ്റിക്സ് ഉണ്ട്, കോൺടാക്ട്സ് ഉണ്ട്, റെഫറൻസസ് ഉണ്ട്. തൊട്ട് താഴോട്ട് വരുമ്പോഴേക്കും കോൺട്രാക്ടർ പോർട്ടൽ ഉണ്ട്. നേരത്തെ ഷാൻ സാർ പറഞ്ഞ കോൺട്രാക്ടർ പോർട്ടൽ, ഇത് നമുക്ക് ഇതുവഴി കോൺട്രാക്ടർ പോർട്ടലിൽ എൻ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതൊക്കെ ഉണ്ട്. അതിൽ ഈ റെഫറൻസസ് എന്ന് പറയുന്നത് ഒരു വലിയ ഡിക്ഷണറിയാണ്. റെഫറൻസസ് എന്ന് പറയുന്നത് ജസ്റ്റ്, ഞാനിപ്പോ ഈ റെഫറൻസസിൽ നിങ്ങൾ എത്ര പേര് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്നറിയില്ല. റെഫറൻസസിൽ നോക്കിക്കോ, നമ്മുടെ ഡാറ്റ ബുക്ക്, DAR, സിവിൽ, ഇലക്ട്രിക്കല്, മോർത്ത്, അങ്ങനെ ഏതൊക്കെ ഡാറ്റ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഇപ്പോൾ അവൈലബിൾ ആണോ ആ ഡാറ്റ എല്ലാം നമുക്ക് ഈ റെഫറൻസസിൽ കാണാൻ പറ്റും. അപ്പൊ നമുക്കൊരു ഡാറ്റ DARൽ നമുക്കൊരു ഡീറ്റെയിൽഡ് ഡാറ്റ കാണണമെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈസിന്റെ ഡെമോ വെർഷനല്ല ലൈവ് വെർഷനിലാണെങ്കിലും അതിന്റെ ഡാറ്റ ബുക്ക് റെഫർ ചെയ്താൽ മതി, നമുക്ക് എല്ലാ സംശയവും അവിടെ തീരും. അതേപോലെ ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്, അപ്രൂവ്ഡ് മാർക്കറ്റ് റേറ്റ്, മോർത്ത്, SOR, അങ്ങനെയുള്ള സകല കാര്യങ്ങൾ, ലോക്കൽ മാർക്കറ്റ് റേറ്റ്. ഇനി നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ടൂൾസ്, കോസ്റ്റ് ഇൻഡെക്സ്,
ഇനി അതിനകത്ത് മാസ്റ്റർ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അതിനകത്ത് റിപ്പോർട്ട്, TS പെൻഡൻസി എവിടെ കിടക്കുന്നു, ബില്ലിന്റെ പെൻഡൻസി, ഇതെല്ലാം കിട്ടും. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇവിടെ ഒരു ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈസിൽ നമ്മൾക്ക് ഒരു വർക്ക് നമ്മൾ ഒറിജിനേറ്റ് ചെയ്ത് അവസാനം വരെ എത്തുന്ന രീതിയിലുള്ള സകല മോഡ്യൂളുകളും നോക്കുക. കാണുന്നുണ്ടല്ലോ, ലോഗിൻ പേജ്, ഫയല്, ഹോം പേജ്, യൂസർ മാനുവല്, DSC സെറ്റപ്പ്, അങ്ങനെ നമുക്ക് എന്തൊക്കെ വേണോ അതിന്റെ ഒക്കെ ചെറിയ ചെറിയ വീഡിയോസ്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒട്ടും ബോറടിപ്പിക്കുന്ന വീഡിയോ അല്ല. ഇപ്പൊ നമ്മൾ ഹോം പേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് 59 സെക്കൻഡ്. ആ ഒരു വീഡിയോക്കകത്ത് എങ്ങനെ അതിന്റെ ഹോം പേജിനെ എങ്ങനെ കാണാം എന്നുള്ള കാര്യങ്ങൾ മൊത്തം അതിനകത്ത് ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഇത് പ്ലേ ചെയ്യുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. അപ്പോ അങ്ങനെ സകല കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രൈസ് 3 എന്ന് പറയുന്നത് ഒരു സെൽഫ് എക്സ്പ്ലനേറ്റീവ് ആണ്. കാര്യം ഓരോ കാര്യങ്ങൾ ഓരോ വർക്ക്, ആക്ടിവിറ്റി, DPR, എസ്റ്റിമേറ്റ്, ഒബ്സർവ് ഡാറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേണ്ടോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, DAR സിവിൽ ഒബ്സർവ് ഡാറ്റ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, മോർത്തിൽ ഒബ്സർവ് ഡാറ്റ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എക്സ്ട്രാ പെർസെന്റേജ് എങ്ങനെ ആഡ് ചെയ്യാം. ഇത് ഓരോന്നും നമുക്ക് എന്ത് സംശയങ്ങൾ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനിടയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ അതെല്ലാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുവഴി കണ്ട് ചെയ്തു പോകാൻ പറ്റും. ഇതാണോ നമ്മളിപ്പോ EMB എടുത്തു, എങ്ങനെ മെഷർമെന്റ് ആഡ് ചെയ്യണം, എങ്ങനെ മെഷർമെന്റ് എഡിറ്റ് ചെയ്യണം, എവിടെ ഡിലീറ്റ് ചെയ്യണം, കോഎഫിഷ്യന്റ് എന്താണ്, എങ്ങനെ കോഎഫിഷ്യന്റ് ചേർക്കാം, കോഎഫിഷ്യന്റിനെ എങ്ങനെ എഡിറ്റ് ചെയ്യണം, കണ്ടോ, മെഷർമെന്റിനെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, കോൺട്രാക്ടർ പോർട്ടൽ വഴി മെഷർമെന്റ് വരുന്നതിന് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഇനി അത് എങ്ങനെ ചെക്ക് മെഷർമെന്റിന് വിടാം, ഇനി എന്താണ് ചെക്ക് മെഷർമെന്റ്, ഇനി അത് സൂപ്പർ ചെക്കിന് വേണ്ട എപ്പോഴാണ്, ഇനി സൂപ്പർ ചെക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് എങ്ങനെ വ്യൂ ചെയ്യാം, നമുക്ക് ഡേറ്റ് വൈസ് വ്യൂവും സ്പെക് വൈസ് വ്യൂ ഉണ്ട്, ആ മെഷർമെന്റിന്റെ ഹിസ്റ്ററി അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നിന്റെയും വീഡിയോസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ, അതായത് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ നമുക്ക് കാണാം. അതായത് നമുക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രൈസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നേരെ പ്രൈസിന്റെ ഈ ഹോം പേജിൽ കയറുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ട് അവിടെ റെഫറൻസസിൽ നോക്കാം, നമുക്ക് കണ്ടുപോകാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ ലൈബ്രറിയാണ്. നമുക്ക് ഒരിക്കലും ഒരാൾ പറഞ്ഞു തരുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്തു പോകുമ്പോൾ ഉള്ള സംശയങ്ങൾ നമുക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്കുണ്ടാവുന്ന എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാനായിട്ട് എങ്ങനെ ബില്ല് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എങ്ങനെ ചെയ്യണം, ഒരു ബില്ലിനെ റിവേർട്ട് എങ്ങനെ ചെയ്യണം, ഒരു ബില്ലിനെ ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരുമ്പോൾ എങ്ങനെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്തത് നേരത്തെ സാർ പറഞ്ഞ പോലെ റീകാസ്റ്റ് എസ്റ്റിമേറ്റ്, എങ്ങനെയാണ് റീകാസ്റ്റ് എസ്റ്റിമേറ്റ് ഓതറൈസ് ചെയ്യുന്നത്, അതിനെ എങ്ങനെ റീകാസ്റ്റ് ചെയ്യാം, ഹിൻഡ്രൻസ് രജിസ്റ്റർ, അങ്ങനെ ഓരോ കാര്യങ്ങളിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എന്താണ് അപ്രൂവൽസ് വരുമ്പോൾ അനുമതി എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റേണലൈസ് എന്ന് പറയുന്നത് എന്താണ്, ടെക്നിക്കൽ സാങ്ഷൻ, കൺഫർമേറ്റീവ് അപ്രൂവൽ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഈ റെഫറൻസസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ റെഫറൻസസ് എന്നുള്ളതിനെ നമ്മൾ പ്രൈസ് യൂസ് ചെയ്യുന്ന ഓരോ ഓഫീസർമാർ, യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ തൊട്ട് മുകളിലേക്ക് ചീഫ് എഞ്ചിനീയർ റാങ്ക് വരെയുള്ളവരെല്ലാവരും പ്രൈസിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാത് തലങ്ങളിൽ അവരവർ ചെയ്യേണ്ട അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വെച്ച് അവർ ചെയ്യേണ്ട പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ഈ ട്യൂട്ടോറിയൽസ് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഞാനൊരു ബിഗിനിങ് നമ്മുടെ ഈ ഹോം പേജിൽ നമുക്ക് എന്തൊക്കെ പ്രൈസ് വഴി എന്നൊക്കെ കിട്ടാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ നേരെ പ്രൈസ് 3 കയറുകയാണ്. അപ്പോൾ ഞാനിപ്പോ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ യൂസർ ID വെച്ചിട്ട് കയറുകയാണ്. നമ്മൾ ആദ്യം പെൻ നമ്പർ കൊടുത്തു, നമ്മുടെ പെൻ നമ്പർ ഓരോരുത്തർക്കും ഉള്ള പെൻ നമ്പർ അറിയാം, അത് വെച്ച് നമ്മൾ കൊടുത്തു. അപ്പൊ ഡെമോ വെർഷനിൽ ഞാൻ അടിച്ച നമ്പർ തെറ്റിപ്പോയി. ഓക്കെ, ഡെമോ വെർഷനിൽ നമുക്കൊരു നേരത്തെ ഡെമോ വെർഷൻ തുടങ്ങിയ സമയത്ത് ഡെമോ വെർഷന് പാസ്വേഡ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ പെൻ നമ്പർ അടിച്ചാൽ തന്നെ ഡെമോ വെർഷൻ പോകുമായിരുന്നു. ഇപ്പൊ പക്ഷേ ഡെമോ വെർഷനിൽ നമ്മൾ പ്രൈസ് പ്രത്യേക പാസ്വേഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഡെമോ വെർഷന്റെ ഇപ്പോഴത്തെ പാസ്വേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ
ഒരു 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 പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാസ്വേഡ് യൂസ് ചെയ്യുക. ഡെമോ വെർഷനിലെ ഇപ്പോഴത്തെ പാസ്വേഡ് എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് 1073 എന്നുള്ളതാണ്. സ്മോൾ ലെറ്റർ ആണ്. പ്രൈസ് ആൻഡ് 1073. പ്രൈസ് ആൻഡ് 1073. ക്യാപ്ച ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡെമോ വെർഷനിലോട്ട് കയറി കഴിഞ്ഞു. അപ്പൊ ഈ ഡെമോ വെർഷന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കാം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കാം, ആരാണെങ്കിലും അവരുടെ ലൈവ് വെർഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടോ അതെല്ലാം ഇപ്പോൾ ഡെമോ വെർഷനിൽ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഈ ഡെമോ വെർഷനകത്ത് കാണുന്നത് ഇത് ആ ലൈവ് വെർഷനിൽ എന്റെ സുഹൃത്തായ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കയ്യിൽ എന്തൊക്കെ ഉള്ളതാണോ അതെല്ലാം ഈ ഡെമോ വെർഷനിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അതിനകത്ത് റിഫ്ലക്ട് ചെയ്തൊന്നുമില്ല. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് നമ്മുടെ ആ വെർഷനിൽ കിടക്കുന്ന കാര്യങ്ങൾ മൊത്തം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡെമോ വെർഷനിൽ നമ്മൾ കയറി ഒരു എയുടെ യൂസർ ഐ ഡി കയറിയപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മളുടെ ഇൻബോക്സ് ഉണ്ട്, അതിനിപ്പുറത്ത് സെൻഡ് ഐറ്റം ഉണ്ട്, പിന്നെ അതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വർക്ക് ഫയൽസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിന്റെ ഇപ്പുറത്ത് പ്രോജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്, ബിൽ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആക്ച്വലി ഇത് വാട്ടർ അതോറിറ്റിക്ക് ഇത് അത്രത്തോളം ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല. കാര്യം നമ്മൾ ഇപ്പോൾ PWDയുടെയും മറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രൈസിന്റെ ഒരു കണ്ടന്റിലോട്ട് 100% കണ്ടന്റിലോട്ട് വാട്ടർ അതോറിറ്റിയിൽ പല കാര്യങ്ങളിലും നമുക്ക് എത്തിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്കിന്റെ നേച്ചറും PWDയുടെ വർക്കിന്റെ നേച്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അതിനകത്തുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എസ്റ്റിമേറ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് ശേഷമാണ് മാക്സിമം വർക്കിംഗ് എസ്റ്റിമേറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനുകൾ പരമാവധിയും എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനുകളായിരിക്കും. അതേസമയം മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ തയ്യാറാക്കുന്ന പ്രപ്പോസലുകൾ, ബഡ്ജറ്റിന് വേണ്ടി തയ്യാറാക്കുന്ന പ്രപ്പോസലുകളൊക്കെ അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹെഡുകളിൽ ഓരോ ഹെഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ എമൗണ്ട്, ഈ പർട്ടിക്കുലർ ഫണ്ട് ഇന്ന ഹെഡിൽ ബുക്ക് ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേറ്റ് പ്ലാൻ മാത്രമേ നമ്മൾ ആ ഒരു കണ്ടന്റിലോട്ട് പോകുന്നുള്ളൂ. സ്റ്റേറ്റ് പ്ലാനിലാണെങ്കിൽ പോലും നമുക്ക് വരുന്നത് വാട്ടർ അതോറിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ ഇറക്കുന്ന ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കണ്ടന്റ് സെയിം ആണെങ്കിൽ പോലും ഉപയോഗിക്കുന്ന പാറ്റേണിൽ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോ ഈ ഇൻബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബോക്സിൽ ഒരു ഇൻബോക്സ് എന്ന് പറയുന്ന കാര്യമുണ്ട്, അതിനിപ്പുറത്ത് ഒരു ഇൻവേർട്ട് ഉണ്ട്, പിന്നെ അതിനിപ്പുറത്ത് നമ്മുടെ ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിടക്കുന്ന എസ്റ്റിമേറ്റ് ഉണ്ട്. ഓഫീസ് ഇൻബോക്സ് എന്ന് പറഞ്ഞാൽ ആ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ താഴെ അല്ലെങ്കിൽ ആ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുകളിലോട്ട് കൊടുത്തതുമായിട്ടുള്ള ബന്ധപ്പെട്ട വർക്ക് ഫയലുകളെല്ലാം അതിനകത്തുണ്ടാവും. നമുക്കൊരു പർട്ടിക്കുലർ ഫയൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതൊരു ക്ലാസ് ആണ്, എപ്പോഴും നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലും അത് റെഫർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു എസ്റ്റിമേറ്റ് നമുക്ക് മൈസ്റ്റോറിലോട്ട് പിക്ക് ചെയ്തിടാം. ദെൻ EMB ബോക്സ് നമ്മുടെ കയ്യിലുള്ള മെഷർമെന്റ് ബുക്കിനെ കാണിക്കുന്ന ഏതൊക്കെ മെഷർമെന്റുകളാണ് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്ന ഒരു EMB ബോക്സ്. ഇത്രയാണ് നമ്മുടെ ആ ഒരു ഇൻവേർഡിനകത്ത് ഉള്ളത്, ഇൻബോക്സിനകത്തുള്ളത്. ഇനി സെൻഡ് ഐറ്റം എന്ന് പറയുമ്പോഴേക്കും ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നമ്മൾ ഈ ഓഫീസിൽ നിന്നും നമ്മൾ പുറത്തോട്ട് സെൻഡ് ചെയ്ത നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി TSന് കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ അത് TS ആയതായിരിക്കാം, സൈറ്റ് ഹാൻഡ് ഓവർ ഉള്ളതായിരിക്കാം, ബില്ല് ഉള്ളതായിരിക്കാം, അങ്ങനെ ബിൽ റിക്വസ്റ്റ് ചെയ്തതായിരിക്കാം, റീകാസ്റ്റ് ചെയ്തതായിരിക്കാം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ സെൻഡ് ഐറ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് കൂടാതെ വേറെ താഴെ ഒരു കാര്യമുണ്ട്, പ്രോജക്ട്സ്. ഈ പ്രോജക്ട്സിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ വർക്ക് ആയി, അദ്ദേഹം കൊടുത്ത എസ്റ്റിമേറ്റ് ടെൻഡർ ചെയ്തു, വർക്ക് അവാർഡ് ചെയ്തു, എഗ്രിമെന്റ് വെച്ചു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ വർക്ക് ഇൻ ഹാൻഡ് ആയിട്ടുള്ള ഏതൊക്കെ വർക്കുകളുണ്ടോ അതെല്ലാം ഈ പ്രോജക്ട്സിൽ കാണാൻ പറ്റും. ഇതേ കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ ഒരു 18 പ്രോജക്ട്സ് അദ്ദേഹത്തിന്റെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രോജക്ട്സിനകത്ത് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഈ ഹോം എന്നുള്ള ഇതിനകത്തുള്ള കുറെ കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഉള്ളത് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ പ്രൈസിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പ്രൈസ് എല്ലാം കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പലരിടത്തും സംശയം ചോദിക്കുന്നവരടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ലെഫ്റ്റ് ടോപ്പിൽ കൊണ്ടുപോകും ഒരു പച്ച ഐക്കൺ കാണും. ഓക്കെ, ഇവിടെ ഒരു പച്ച ഐക്കൺ ഉണ്ട്. ആ പച്ച ഐക്കണിൽ തൊട്ട് നോക്കും, അപ്പോൾ അത് കറങ്ങാൻ തുടങ്ങും.
അപ്പൊ ഈ പച്ച ഐക്കൺ കറങ്ങാൻ തുടങ്ങുന്ന പച്ച ഐക്കണിൽ നിന്നാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഊർജം മൊത്തം കിട്ടുന്നത്. അങ്ങനെ ഇതേപോലെ ഓരോ കാര്യങ്ങളും പ്രൈസ് വളരെ ബുദ്ധിപരമായിട്ട് സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ചെറുതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് പലപ്പോഴും ഉണ്ടായേക്കാം. അപ്പോ ഞാൻ ഈ പച്ച ഐക്കണിൽ വന്നു, ഇത് കണ്ടോ, ഇതിനകത്ത് 3 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ജനറൽ ഫയൽ ലൈസൻസ്. ഇപ്പൊ നമ്മൾ ഈ ജനറൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വർക്കിനെ സംബന്ധിച്ച ഏറ്റവും ജനറൽ ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ജനറലിൽ കൊടുത്തേക്കുന്നത്. അവിടെ വീണ്ടും ഒരു ജനറൽ വന്നു, പിന്നെ സെർച്ച് വന്നു, നമുക്കൊരു ഫയലിനെ സെർച്ച് ചെയ്യാം. ഓഡി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒബ്സർവർ ഡാറ്റ. ഓഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഒരു HOI ലിസ്റ്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. പിന്നെ ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഒരു വർക്കിനെ നമുക്കുടെ കയ്യിലുള്ള ഒരു എസ്റ്റിമേറ്റിനെ നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്, നമ്മളുടെ ഏതെങ്കിലും ഒരു എസ്റ്റിമേറ്റിനെ പിക്ക് ചെയ്യും, നമ്മൾ അതിനെ എന്താക്കും, ടെംപ്ലേറ്റ് ആക്കും. ആ ടെംപ്ലേറ്റിൽ നിന്ന് നമ്മൾ അടുത്ത എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. അതാണ് നമ്മളുടെ എളുപ്പ വഴി എപ്പോഴും. ദെൻ ഹെൽപ്പ് ഡെസ്ക്, പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ രജിസ്ട്രേഷൻ. ഈ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം ചിലപ്പോൾ നമ്മളിങ്ങനെ വർക്ക് ചെയ്തു പോകും, നമ്മളുടെ പ്രൈസിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ചില സമയത്ത് ഇതൊരു സോഫ്റ്റ്വെയർ ആണ്, ചിലപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് മെഷർമെന്റ് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് റീകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ചെറിയ എറേഴ്സ് ചിലപ്പോൾ ഉണ്ടാവും. അതൊന്നും അൾട്ടിമേറ്റ് ആയിട്ട് ഇതൊന്നും ആരുടെയും തെറ്റുകളൊന്നും അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് പ്രൈസിനെ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഹെൽപ്പ് ഡെസ്ക്. ഈ ഹെൽപ്പ് ഡെസ്ക് വഴി അറിയിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ജില്ലയിലും പ്രൈസിന് നോഡൽ ഓഫീസേഴ്സ് ഉണ്ട്. ഇതിനു മുകളിൽ സ്റ്റേറ്റിൽ മൊത്തമായിട്ട് നമ്മുടെ AXE പ്രിയങ്കരനായ മനീഷ് നമ്മുടെ നോഡൽ ഓഫീസറാണ് വാട്ടർ അതോറിറ്റിയിൽ. അപ്പോ അങ്ങനെ അവരെയൊന്നും ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ത് ക്വറീസ് നമുക്ക് പ്രൈസ് സംബന്ധിച്ച് നമ്മൾ നേരിടുന്ന എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുവഴിയേ ചെയ്യാൻ പറ്റുള്ളൂ, ഹെൽപ്പ് ഡെസ്ക് വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഹെൽപ്പ് ഡെസ്ക് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന കാര്യം, നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവർക്കും ഫേസ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളാണ് പ്രൈസിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് സ്ട്രക്ക് ചെയ്ത് പോകുന്നത്. അപ്പൊ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ നേരെ ഹെൽപ്പ് ഡെസ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ കുറെ കാര്യങ്ങളുണ്ട്, ഇൻബോക്സ്, സെൻഡ്, ഡ്രാഫ്റ്റ്, സോൾവ്ഡ്, റിജക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വലതുവശത്തോട്ട് പോകുമ്പം ഒരു ചെറിയ പച്ചക്കകത്ത് ഒരു ചെറിയ പ്ലസ് ഉണ്ട്. ഒന്ന് ഓർക്കുക, ഈ പ്രൈസിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പച്ച കളറിൽ ചെറുതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ ഒരു പ്ലസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ഡെസ്കിൽ നമ്മൾക്ക് എങ്ങനെ ഒരു കാര്യങ്ങൾ, നമുക്കൊരു റിക്വയർമെന്റ് നമുക്ക് കൊടുക്കാമെന്ന് നോക്കാം. നോക്കുന്നു, നമുക്കൊരു കംപ്ലൈന്റ് ആണ് അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ വരിക, അല്ലെങ്കിൽ ഒരു സജഷൻ ആണ് ബുക്ക് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു റിക്വയർമെന്റ് ആണ് ബുക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു റിക്വയർമെന്റ് കൊടുക്കുകയാണ്. റിക്വയർമെന്റിന്റെ കമ്പോണന്റ് ടൈപ്പ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇ ബിൽ ആണ് നമ്മളുടെ റിക്വയർമെന്റ്. ഓക്കെ, ഇ ബില്ല് കൊടുത്തു. ഈ ബില്ലിലെ സബ് ടോപ്പിക് ഇ ബില്ല് കൊടുത്തു. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൃത്യമായിട്ട് ഒരു എസ്റ്റിമേറ്റ് ID അവിടെ നമ്മൾ പിക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് കമ്പോണന്റ് നമ്പർ കൊടുത്തു. എന്ത് പറ്റുന്നില്ല, നമുക്ക് ഈ ബില്ല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അൺഎബിൾ ടു ക്രിയേറ്റ് ഇ ബിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റിക്വയർമെന്റ് കൊടുത്തു. റിമാർക്സ്, നമുക്ക് അത് തന്നെ വീണ്ടും ഒരു എന്താണ്, നമുക്ക് ആ പിന്നെ ഇതിനകത്ത് നമുക്ക് ഇ ബില്ല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അത് തന്നെ വീണ്ടും എഴുതി. ഇനി ഇതിനകത്ത് വല്ല സ്ക്രീൻഷോട്ട് വല്ലതും ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. കാര്യം അതൊരു മാൻഡേറ്ററി അല്ല, റെഡ് സ്റ്റാർ ഇല്ല. നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തു. ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു തെറ്റാണ്, നമ്മൾ പലരും എന്ത് ചെയ്യും, ഹെൽപ്പ് ഡെസ്കിൽ ക്വറി സേവ് ചെയ്തു, ഞാൻ ഹെൽപ്പ് ഡെസ്കിൽ ക്വറി സേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ സേവ് ചെയ്തു എന്ന് ധരിച്ചിട്ട് അത് എവിടെ പോയിട്ടില്ല, ഹെൽപ്പ് ഡെസ്കിലോട്ട് പോയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ആക്ഷൻ എടുത്തു. ആക്ഷൻ എടുത്തത് എന്ത് ചെയ്തു, ഫോർവേഡ് ചെയ്തു. അപ്പൊ ഫോർവേഡ് ചെയ്യാൻ ചോദിക്കും, സെലക്ട് ആക്ഷൻ ഫോർ റിസോൾവിങ് ദി ഇഷ്യൂ. ആ ഇഷ്യൂ റിസോൾവ് ചെയ്യണം. ആർക്കാണ് പോകുന്നത്, ഇവിടെ നമ്മളുടെ KW അഡ്മിനിലോട്ടാണ് പോകുന്നത്. പ്രൈസിന്റെ KW അഡ്മിൻ പാനലിലോട്ട് പോകുന്നു. അഡ്മിൻ പാനലിലോട്ട് പോകുന്നു. നമ്മളിവിടെ ഒരു മെസ്സേജ് ഇവിടെ എഴുതുന്നു, പ്ലീസ് റിസോൾവ് ദി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെസ്സേജ് കൂടെ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, സബ്മിറ്റ് ചെയ്യും. സോ സബ്മിഷൻ പോയി. അപ്പൊ നമ്മളുടെ ഒരു ഹെൽപ്പ് ഡെസ്കിൽ ഒരു ക്വറി നമ്മൾ റേസ് ചെയ്തു. അപ്പൊ നമ്മൾ അത് എവിടെയാ കാണുക, പിന്നെ സെന്റിലാണ് കാണുക. അപ്പൊ സെന്റിൽ ഇതാണോ 3/1/2025 ഇവിടെ ഒരു റിക്വയർമെന്റ് നമ്മൾ മുന്നോട്ട് വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ റിക്വയർമെന്റ് മുന്നോട്ട് വിടാതെ അവിടെ സേവ് ചെയ്തിട്ടിരുന്നെങ്കിൽ ഈ ഡ്രാഫ്റ്റിലേ കാണുള്ളൂ. ഇനി ആ റിക്വയർമെന്റ് നമ്മൾ സോൾവ്ഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ
അത് സോൾവ്ഡ് ആയിട്ടുള്ളതുണ്ട്. ഇത് ലൈവ് ഡെമോ വെർഷൻ ആയിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ലൈവ് വെർഷൻ ആണെങ്കിൽ സോൾവ്ഡ് ആയിട്ടുള്ളത് ഇവിടെ സോൾവ്ഡ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇന്നത് സോൾവ് ചെയ്തു, ഇനി ഒരെണ്ണം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, റിജക്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അവിടെ റിജക്റ്റഡിൽ വരും. അപ്പോൾ നമ്മൾ അയച്ച കൊറിയെ ഇവിടെ ഇങ്ങനെ വന്നിരിപ്പുണ്ട്. ഇന്ന് നമ്മൾ കൊറി ഒരെണ്ണം അയച്ചു, അവിടെ ഈ ബില്ല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ കൊറി അയച്ചു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ഡെസ്കിൽ നമ്മളുടെ ഒരു കൊറി റേസ് ചെയ്യുന്നത്. നമുക്ക് പറ്റാത്ത ഒരു ചെയ്യാൻ പറ്റുന്നില്ല, പ്രൈസിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്വറി റേസ് ചെയ്യാൻ പറ്റുക ഈ ഹെൽപ്പ് ഡെസ്ക് വഴി ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. അപ്പൊ വീണ്ടും ഞാനപ്പോ ഇടയ്ക്ക് ജനറലിൽ നിന്നും ആ ഹെൽപ്പ് ഡെസ്കിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മളിപ്പോ പുതിയ ആളുകൾ പറഞ്ഞതനുസരിച്ച് നമുക്കൊരു ഒരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ നമ്മുടെ കോമൺ ലാംഗ്വേജ് ആണ് എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഒരു ഫയലിലെ ഒരു ഘടകം മാത്രമാണ്. ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫയലിൽ ആ ഒരു വർക്കാണ് ഒരു ഫയലായിട്ട് മാറുക. ഒരു വർക്ക്, ആ വർക്കുമായിട്ട് സംബന്ധിച്ച എന്തൊക്കെ കാര്യങ്ങൾ, എന്തിനാണ് അൾട്ടിമേറ്റ്ലി പ്രൈസ് വന്നത്? ഗവൺമെന്റിന്റെ ലക്ഷ്യം പേപ്പർലെസ് ആയിട്ടുള്ള ഓഫീസിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പൊ പേപ്പർലെസ് ആയിട്ടൊരു ഓഫീസിനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു വർക്ക് ഒരു ഫയലായി മാറുമ്പോൾ ഒരു ഫയലിൽ എന്തൊക്കെ വരുന്നു? ഒരു വർക്ക് വരുന്നു. നമ്മളുടെ അടുത്ത് ഇന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് നമ്മൾ ഒരു OHSR പണിയണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈപ്പ് സ്ഥാപിക്കണം. നമ്മുടെ വർക്കുകൾ അതൊക്കെയാണല്ലോ. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ഒരു വർക്ക് സ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് നമ്മളുടെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്യാൻ പ്രാഥമികമായി ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ. അപ്പൊ അദ്ദേഹത്തിനോട് പറയുമ്പം ചുമ്മാതെ രാവിലെ പണ്ട് പറയായിരുന്നു നിങ്ങൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ട് വാ എന്ന് ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ പറഞ്ഞാൽ മാത്രം പോരാ. പ്രൈസ് വഴി നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുന്നിൽ ഡയറക്റ്റ് ചെയ്യുന്ന ആൾ അദ്ദേഹത്തിന് ഒരു രേഖ കൊടുക്കണം. ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പോലെയല്ല. നമ്മുടെ ശങ്കരാടി സിനിമയെ പറയുന്ന ഇതാണ് ആ രേഖ എന്ന് പറയുന്ന കണക്കല്ല. അതിനൊരു ഡോക്യുമെന്റ് കൊടുക്കണം. ആ ഡോക്യുമെന്റ് വെച്ചിട്ട് മാത്രമേ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പ്രൈസ് വഴി ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നു. ഫയലിൽ ക്ലിക്ക് ചെയ്തു. ഇതിനകത്ത് കുറെ ഫയലുകളുണ്ട്, വർക്ക് ഫയൽസ് കുറെ കിടപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ പറയുന്നു. ഇനി എങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ച കളറ് നേരത്തെ ഇടതുവശത്തായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ വലതുവശത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലസ് സൈൻ. അപ്പോ അവിടെ കൊണ്ട് ചെന്നിട്ട് ഒരു പ്ലസ് സൈൻ ഉള്ളപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ആഡ് ന്യൂ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ വന്നു. ഇപ്പൊ തന്നെ നമ്മൾ അവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ആഡ് കൊടുത്തു. ആഡ് കൊടുത്തപ്പോൾ തന്നെ ഇതാ വന്നു എങ്ങനെ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രേഖ വേണം. രേഖ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ രേഖ വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. എന്താണ് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. യെസ്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇല്ല. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ട്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ടെന്ന് തന്നെ വെച്ചോ. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചോദ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇല്ല, ഇല്ല, എന്റെ കയ്യിൽ ഇല്ല, അപ്പൊ പിന്നെ വേറെ ചോദ്യമൊന്നുമില്ല. ഇനി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. എന്നാണ് നിങ്ങളുടെ കയ്യിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വന്നത്? ഞാൻ ഇന്നാണ് എന്റെ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വന്നത്. അപ്പൊ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് തപാൽ ഡേറ്റ് എന്നാണ്. അപ്പൊ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിലെ തപാൽ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വന്നതെങ്കിൽ ഇന്ന് എന്നുള്ളതിന് മുന്നേ ഉള്ള ഏത് ദിവസവും ആകാം. ഇവിടെ നമുക്കൊരു ചെറിയ കെണിയുള്ളത് എന്താണെന്നറിയാമോ? 2 മാസം മുന്നേ വന്ന ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വെച്ചിട്ട് നമ്മൾ ഇന്നാണ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 2 മാസത്തെ താമസത്തിനുള്ള മറുപടി കൂടി നമ്മൾ പറയേണ്ടി വരും എന്ന് നമ്മൾ ഓർക്കുക. പണ്ട് നമുക്കത് കാര്യമൊന്നുമില്ലായിരുന്നു. എന്റെ കിട്ടിയില്ല, രേഖ പേപ്പർ കിട്ടിയില്ല, ഫയൽ കാണുന്നില്ല എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ പ്രൈസ് വന്നതോടുകൂടി നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇന്നത്തെ ഡേറ്റ് ആണ്, ഇന്നിടുന്ന ഡേറ്റ് ആണ് ഇന്നത്തെ ഡേറ്റ്. ഇന്നലത്തെ ഡേറ്റ് ഇന്നിടാൻ നമുക്ക് പറ്റത്തില്ല. തപാൽ റിസീവ്ഡ് ഡേറ്റ് നമ്മൾ പഴയ ഒരു ഡേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഉള്ള ഡേറ്റിൽ അപ്പോ ആ റിസീവ്ഡ് ഡേറ്റ് കഴിഞ്ഞ് ഒറിജിനേറ്റ് ചെയ്യാൻ ഇത്ര താമസിച്ചു എന്നുള്ളതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ഇന്ന് തന്നെയാണ് നമ്മൾ തപാലിന്റെ ഡേറ്റ്, അല്ലെങ്കിൽ ഇന്നലത്തെ ഡേറ്റ് ഇട്ടു, ഇന്നലത്തെ ഡേറ്റിൽ കിട്ടിയ തപാലാണ്. ആ തപാൽ എന്നുള്ള ഡോക്യുമെന്റിന് ഒരു നമ്പർ ഉണ്ടാകുമല്ലോ. ഇതൊക്കെ നമ്മുടെ സ്ഥിരമായിട്ട് എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡിഫോൾട്ട് ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളാണ് കേട്ടോ ഈ GORT നമ്പർ എന്നൊക്കെ പറഞ്ഞു വന്നത്. ഓക്കെ, ഞാൻ തൽക്കാലം അതിനെ തന്നെ എടുക്കുന്നു. അവിടെ നമ്മളൊരു ഡോക്യുമെന്റ് നമ്പർ ഉണ്ട്. ഇനി റിക്വസ്റ്റ് സോഴ്സ്, ആരാണ് ഇത് പറഞ്ഞത് ഇത് ചെയ്യണമെന്നുള്ളത്? ഇതും ഇവിടെയും ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളും PWD ആയിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ അടുത്ത് MLA പറയുന്ന ഒരു കേസ് ഉണ്ടാവും. ഇപ്പൊ MLAയുടെ ഒരു SDF, സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ട്, അല്ലെങ്കിൽ അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ട്. ഇനി MP പറയുന്ന കേസ് ഉണ്ടാവും, ഒരു MP ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട്, MP ലാൻഡ് ഫണ്ട്. ഇനി അതല്ല, പബ്ലിക്കിന് ഡിമാൻഡിനനുസരിച്ച് നമ്മളൊരു ഡോക്യുമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അത്. ഇതൊന്നും അല്ലെങ്കിൽ അതല്ല, ഇനി ഡിപ്പാർട്ട്മെന്റ് പറയുന്നതാണെങ്കിൽ അത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ചോദ്യം അടുത്ത് തോന്നും. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റി ഇവിടെയുണ്ട്. കേരള വാട്ടർ അതോറിറ്റി ബ്രാക്കറ്റിൽ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു. ഇനി എന്താണ് സബ്ജക്ട്, എന്താണ് നമ്മൾ ആ വർക്ക് ഫയലിന്റെ സബ്ജക്ട്? അപ്പൊ നമ്മൾ ആ വർക്ക് ഫയലിന്റെ സബ്ജക്ട് എന്ന് പറയുന്ന ഒരു കാര്യം എഴുതുമ്പോഴേക്ക് അവിടെ നമ്മൾ ആ വർക്കിന്റെ ഹെഡ് ഏതാണെന്ന് നമ്മൾ കാണിക്കണം. ഇപ്പോ ജലജീവൻ മിഷൻ ആണ് വർക്കെങ്കിൽ ജൽജീവൻ മിഷൻ. കാര്യം എപ്പോഴും വർക്കിനെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വർക്കിന്റെ ഹെഡ് നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ജൽജീവൻ മിഷൻ നമ്മൾ എന്ത് ചെയ്തു? പ്രൊവൈഡിങ്, നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ ആവട്ടെ, ഹൗസ് ഹോൾഡ് വാട്ടർ സർവീസ് കണക്ഷൻ ഇൻ ഏതെങ്കിലും ഒരു പഞ്ചായത്ത്. ഞാനിപ്പോ എൻ്റെ ഏരിയയിൽ വരുന്ന ഒരു പഞ്ചായത്ത് തന്നെ എടുത്തു, നെടുമുടി പഞ്ചായത്ത്. സോ ആരാണിത് തന്നേക്കുന്നത്? നമുക്ക് തന്നേക്കുന്നത് ആരാണ്? ഈ ഓർഡർ സെന്റേഴ്സ് അഡ്രസ് എന്ന് പറഞ്ഞിടത്ത് നമുക്ക് എന്ത് ചെയ്യാം? MDKWA അദ്ദേഹമാണല്ലോ നമ്മളോട് അൾട്ടിമേറ്റ്ലി എല്ലാം ആവശ്യപ്പെടുന്നത്. അതെ, സെന്റേഴ്സിന്റെ സെന്ററുടെ നെയിം അല്ലെങ്കിൽ GORT ആയതുകൊണ്ട് വേണമെങ്കിൽ സെന്റേഴ്സ് അഡ്രസ് നമ്മൾക്ക് സെക്രട്ടറി, ഗവൺമെന്റ് ഓർഡർ ആണല്ലോ, സെക്രട്ടറി WRD. സെന്റേഴ്സ് നെയിം അഗെയിൻ സെക്രട്ടറി WRD. ഇനി ആ തപാലിന്റെ നേച്ചർ എന്താണെന്നുള്ളതാണ്. കാരണം തപാലിന്റെ നേച്ചർ ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് എന്ത് നേച്ചറിൽ വരുന്ന തപാലാണെന്നുള്ളതാണ്. അപ്പോ AS ആണോ, റിപ്പോർട്ടാണോ, ഡ്രോയിങ് ആണോ, ക്വാളിറ്റി കൺട്രോൾ ആണോ, അതേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങളിലൂടെ ചോദിച്ചിട്ടുണ്ട്. റിവൈസ്ഡ് AS. അപ്പൊ നമ്മള് ഇതൊരു തപാൽ ക്രിയേറ്റ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾക്ക് ഉള്ള ASകളൊക്കെയും എക്സ്റ്റേണൽ AS ആണ്. അപ്പൊ നമ്മളുടെ എക്സ്റ്റേണൽ AS ആയിട്ട് നമ്മൾക്ക് ഇതിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്ന ഈ ഡോക്യുമെന്റ് അതൊരു AS ആണെന്നുണ്ടെങ്കിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് നമ്മൾ AS ആയിട്ട് തന്നെ കൊടുക്കുക. അതല്ല, ഒരു MLAയുടെ കത്ത് പ്രകാരമാണ് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടെക്നിക്കൽ സാങ്ഷന് പോകാൻ വേണ്ടിയുള്ള ആയിരിക്കത്തില്ല. അതിനെന്ത് വേണം? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? അതൊരു റിപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ മറ്റേ അതേഴ്സ് എന്ന് പറഞ്ഞ ഹെഡിലോ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ AS എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ AS എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ കയ്യിൽ അത് സ്കാൻ ചെയ്ത് നമ്മുടെ കൈ വേണം. അപ്പോൾ സ്കാൻ ചെയ്തെടുക്കുന്നു, ബ്രൗസ് ചെയ്യുന്നു. നമ്മളുടെ കയ്യിൽ ഇത് എവിടെയെങ്കിലും ഞാനിപ്പോ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ്. അവിടെ ഒരു കാര്യമുണ്ട്, മാക്സിമം 1 MB പാടുള്ളൂ. ചെയ്തു. ഇനി സ്കീമിന്റെ പേര്, അപ്പൊ സ്കീമിന്റെ പേര് നമുക്ക് കുറെ സ്കീംസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നബാർഡ്, ജനറൽ, ആക്ച്വലി പ്രൈസ് 3 തുടങ്ങിയ സമയത്ത് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് വാട്ടർ അതോറിറ്റിയും അതേപോലെ എല്ലാ ഗവൺമെന്റുകൾക്കും എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഓപ്ഷനുകളും കൊടുത്തിട്ടുണ്ട്. സോ ഞാനിവിടെ തൽക്കാലം ജൽജീവൻ മിഷൻ കൊടുത്തു. പ്രോജക്റ്റിന്റെ പേര് അവൻ മ്യൂട്ടായി പോയിട്ടുണ്ട്. സാറേ മൈക്ക് ഓക്കെ. ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തിടത്താണ് നമ്മൾ ഇനി അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? വീണ്ടും വന്നു വർക്ക് ലിസ്റ്റ്. ജോയ് സാറെ എങ്ങനെയാ, 9 മണിക്ക് നിർത്തണോ? അതെ, നമ്മൾക്കിപ്പോ തൽക്കാലം ഈ സെഷൻ ഇവിടെ വെച്ച് നിർത്തിയിട്ട് എന്ത് വേണം? ഇതൊന്ന് ഈ ഒരു പോയിന്റ് തീർത്തിട്ട് നമുക്ക് അടുത്ത സെഷൻ വെക്കാം. ഓക്കെ, ശരി ശരി.
അപ്പോൾ ഇവിടെ നമ്മൾ വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു എസ്റ്റിമേഷൻ എത്തുന്നത് വരെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാം. അത് കഴിഞ്ഞ് നമുക്ക് തൽക്കാലം ഇന്നത്തെ നിർത്താം. ചെറിയൊരു ഇന്ററാക്ഷൻ സെഷനിലൂടെ നമുക്ക് നിർത്താം. ഓക്കെ, ഇവിടെ വന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊരു പച്ച കളറിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാനലുണ്ട്. ലെഫ്റ്റ് പാനൽ വർക്ക് ലിസ്റ്റും റൈറ്റ് പാനൽ ഫയൽ ഡീറ്റെയിൽസും. ഞാൻ ഇവിടെ ഒരു പ്ലസ് കൊടുത്തു. പ്ലസ് കൊടുത്തപ്പോ ഇവിടെ നമ്മളുടെ എന്താണോ വർക്ക് ഫയലിൽ വരുന്നത് അതിന്റെ കാര്യങ്ങൾ നമ്മുടെ ഫയൽ നമ്പർ വന്നു, സ്കീമിന്റെ പേര് വന്നു, പ്രോജക്റ്റ് പേര് വന്നു. ഇനി വർക്കിന്റെ പേര് നമ്മൾ ഇവിടെ കൊടുക്കണം. വർക്കിന്റെ പേര് നമ്മൾ ഈ കൊടുത്തത് തന്നെ നമ്മുടെ വർക്കിന്റെ പേരാക്കി കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫയലിൽ ഒന്നിൽ കൂടുതൽ എസ്റ്റിമേറ്റുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ഫയലാക്കി വീണ്ടും വർക്കിന്റെ ലിസ്റ്റ് അഡീഷണൽ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത് പക്ഷെ ഒരു വലിയ വർക്കുകൾക്ക് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഞാനിപ്പോ ഒരു ബിഗിനർ ക്ലാസ്സിൽ അത് നമ്മൾ പറഞ്ഞു തരുമ്പോഴേക്കും അത് ആകെ കൺഫ്യൂസ്ഡ് ആയി മാറുന്നത് കൊണ്ടാണ് ഞാൻ അത് ഇതിലോട്ട് പോകാത്തത്. ഒരു സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അവിടെ ക്ലയന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളുടെ കേരള വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട്. സോ സാർ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാനുള്ളത്, അതായത് നമ്മൾ നിലവില് ഒരു എസ്റ്റിമേറ്റിന്റെ പേരെന്ന് പറയുന്നത് സ്കീം നെയിം പ്ലസ് ഫയൽ നെയിം പ്ലസ് വർക്ക് നെയിം പ്ലസ് ആക്ടിവിറ്റി, ഇങ്ങനെ ഒരു ക്ലബ് ചെയ്തൊരു ലൈനിലാണ് നമ്മൾ ഒരു വർക്കിന്റെ ഒരു പേരായിട്ട് നമ്മൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് നെയിം എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത് പ്രൈസിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരിക അങ്ങനെ ആയിരിക്കും. സ്കീം നെയിം പ്ലസ് ഫയൽ നെയിം പ്ലസ് വർക്ക് നെയിം പ്ലസ് ആക്ടിവിറ്റി. അപ്പൊ നമ്മൾ ഫയൽ നെയിമും വർക്ക് നെയിമും സെയിം തന്നെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ ഒരേ സാധനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂപ്ലിക്കേഷൻ ആയിട്ട് റിപ്പീറ്റ് കാണിക്കും. അപ്പൊ എപ്പോഴും അതെ, എപ്പോഴും ഫയൽ നെയിം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവിൽ ഒരു ഫയലിനകത്ത് മൾട്ടിപ്പിൾ വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫയൽ നെയിം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോമൺ ആയിട്ടുള്ള സാധനം ഫയൽ നെയിം ആയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. മൾട്ടിപ്പിൾ വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും അതിന് ഒരു കോമൺ ആയിട്ടുള്ള സാധനത്തിനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ജലജീവൻ മിഷൻ വർക്ക്സ് അറ്റ് ഇന്ന പഞ്ചായത്ത് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് ഫയൽ നെയിം. ദെൻ അതിനകത്ത് വീണ്ടും സബായിട്ട് അല്ലെങ്കിൽ പ്രൊവൈഡിങ് ഇൻ ഹൗസ് ഹോൾഡ് കണക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് വർക്ക് നെയിം വെച്ചാൽ അപ്പോൾ എപ്പോഴും നമുക്കൊരു ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പലതും നമ്മൾ കണ്ടുവരുന്നത് ഇത് ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലായിടത്തും പല അപ്രൂവൽ ആണെങ്കിലും എന്ത് പ്രിന്റ് വന്നാലും വർക്ക് നെയിം എന്ന് പറയുന്നത് ഒരേ സാധനം റിപ്പീറ്റ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ എപ്പോഴും മനസ്സിനകത്ത് സ്കീം നെയിം പ്ലസ് ഫയൽ നെയിം പ്ലസ് വർക്ക് നെയിം പ്ലസ് ആക്ടിവിറ്റി ആണ് ഒരു വർക്കിന്റെ ഫുൾ നെയിം മനസ്സിലാക്കിയിട്ട് ആ രീതിക്ക് ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ സാർ പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പൊ ഇവിടെ നമുക്ക് ഇതിപ്പോ ഞാൻ ഇതിനകത്ത് തന്നെ ഇപ്പൊ ജൽജീവൻ മിഷൻ ഇതൊരു സ്കീമായിട്ട് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജൽജീവൻ മിഷൻ എന്താണ് കൺസ്ട്രക്ടിങ്, നമുക്ക് അവിടെ ഒരു സ്കീം, ഒരു പഞ്ചായത്തിലൂടെ ഒരു OHSR കൺസ്ട്രക്ട് ചെയ്യണം, അവിടെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ സ്ഥാപിക്കണം, അവിടെ നമുക്ക് ഹൗസ് ഹോൾഡ് വാട്ടർ സർവീസ് കണക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ എല്ലാം കൂടെ ചേർത്ത് ജൽജീവൻ മിഷൻ നെടുമുടി പഞ്ചായത്ത് ഹെഡിൽ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഓരോന്നും ഓരോ വർക്കുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വീണ്ടും ഒരു പ്ലസ് കൊടുത്ത് അടുത്ത വർക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് അടുത്ത വർക്കായിട്ട് മാറും. ആ ഹൗസ് ഹോൾഡ് വാട്ടർ സർവീസ് കണക്ഷൻ വന്നു. ഇനി ഇവിടെ നമ്മൾ വീണ്ടും ഒരു അടുത്ത വർക്ക് കൊടുക്കുന്നു. ഇവിടെ എന്താണ് നമ്മൾ അടുത്ത വർക്ക് ഒരു OHSR നിർമ്മിക്കുന്നുണ്ട്. അവിടെ കൺസ്ട്രക്ടിങ് OHSR, അതിനകത്ത് അടുത്ത ഒരു വർക്കായിട്ട് നമുക്ക് ഇതേ ഫയലിൽ തന്നെ ഇതെല്ലാം ഒരു വർക്കിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ നമുക്കൊരു മുൻവിധി കാണണം. നമ്മൾ ഈ വർക്കിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള സംബന്ധിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ കാണാം. കാര്യം ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരെണ്ണം മാത്രം എടുത്ത് സെപ്പറേറ്റ് ടെൻഡർ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു പക്ഷേ പറ്റുന്നു വരില്ല. ഇതിനെല്ലാം കൂടെ നമ്മൾ ഒരേ വർക്കിന്റെ പാർട്ടായിട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അടുത്ത ഒരു ഫയൽ നമുക്ക് അവിടെ വന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സപ്ലൈയിങ് ലിങ്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൂടി ഇടാം. അടുത്ത വർക്ക് പോയി. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇനി ഓരോ വർക്കിനെ എടുത്താണ് നമ്മൾ എസ്റ്റിമേഷനിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനിപ്പോ അതിനകത്ത് നമ്മൾ ഒന്നാമത്തെ വർക്ക് എടുത്തു. ഇനി ഇതിനകത്ത് നമുക്ക് വേറെ റിസ്റ്റോറേഷൻ, റോഡ് റിസ്റ്റോറേഷൻ നമുക്ക് ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്യുന്നുണ്ടെങ്കിൽ റോഡ് റിസ്റ്റോറേഷൻ നമുക്ക് ഇടാം.
സോ റോഡ് റെസ്റ്റോറേഷൻ വർക്ക് വന്നു. ഇനി നമ്മളിതിപ്പോ ആദ്യത്തെ നമ്മൾ എടുത്ത ആ ഒരു ഹൗസ് ഹോൾഡ് വാട്ടർ സർവീസ് കണക്ഷൻ ഇൻ നെടുമുടി പഞ്ചായത്ത് എന്നുള്ള ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ വർക്കിന്റെ ആക്ടിവിറ്റി വന്നു. ഇനി വർക്കിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ചേർക്കണം. അപ്പൊ ഈ റൈറ്റ് പാനലിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു പ്ലസ് ഉണ്ട്. നമ്മൾ ആ പ്ലസ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. കണ്ടോ, ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫയൽ നെയിം ഉണ്ട്, നമ്മുടെ വർക്ക് നെയിം ഉണ്ട്, വർക്ക് ആക്ടിവിറ്റി ക്ലാസിഫിക്കേഷൻ. നമുക്കിപ്പോ ഇതിനെ നമുക്ക് പൈപ്പ് ലൈൻ വർക്ക് എന്ന് പറയുന്ന ഒരെണ്ണം നമ്മളുടെ വർക്കിന്റെ പാർട്ടിലില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സിവിൽ വർക്ക് ഇതായിട്ട് തന്നെ എടുത്തു. ദെൻ വർക്ക് ആക്ടിവിറ്റി അതിനകത്ത് വരുമ്പോഴേക്കും ഇത് എന്താണ്, പൈപ്പ് ലൈൻ വർക്ക് ആണോ, എന്തൊക്കെ സ്പെസിഫിക്കേഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഇവിടെ വന്നു. ജനറൽ സിവിൽ വർക്ക് ആണോ, അല്ലെങ്കിൽ ഇതൊരു പൈപ്പ് ലൈൻ വർക്ക് ആണെന്നിരിക്കട്ടെ, പൈപ്പ് ലൈൻ വർക്ക് ആയിട്ട് വന്നു. അസറ്റ് സ്റ്റാറ്റസ്, ഈ അസറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി നമുക്ക് ഇതിനകത്ത് ഒരു ഇത് PWDയുടെ മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ നമുക്ക് ഇതിനെ കൂടുതൽ ഇംപ്ലിക്കേഷനിൽ കൊടുക്കാം. നമ്മുടെ കേസിൽ ഇതേവരെ നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന ഒരെണ്ണം ആയതുകൊണ്ട് നമുക്ക് അസറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അസറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എക്സിസ്റ്റിംഗ് അസറ്റിലെ മോഡിഫിക്കേഷൻ ആയിട്ട് അതിനെ കണക്കാക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ടെമ്പററി സ്ട്രക്ചർ ആണോ ഓർ അസറ്റ് മെയിൻറ്റെയിൻ ബൈ അതർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ അസറ്റിൽ അവരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഡെപ്പോസിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അസറ്റ് മെയിൻറ്റെയിൻ ബൈ അതർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആകും. ഇനി അസറ്റ് മെയിൻറ്റെയിൻ ബൈ റോഡ് സ്വിംഗ്, അത് PWDക്ക് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. ഇനി അസറ്റ് എക്സിസ്റ്റ് എന്നുള്ളത് നമ്മുടെ ഒരു അസറ്റിൽ നമ്മൾ ചെയ്യുന്ന വർക്കാണ്. ഇനി അസറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാൽ അങ്ങനെ ഒരു അസറ്റ് ഇല്ല. സോ ഇത്രയും കൊടുത്തു. ഇല്ല, ഇവിടെ നേരത്തെ സാറ് പറഞ്ഞ ഒരു പ്രശ്നം എന്താ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ഇതിനകത്ത് നമ്മൾ ആദ്യമേ ജൽജീവൻ മിഷൻ പ്രൊവൈഡിങ് ഹൗസ് ഹോൾഡ് വാട്ടർ സർവീസ് കണക്ഷൻ നെടുമുടി പഞ്ചായത്ത് എന്ന് പറഞ്ഞ് ഫയൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ എഴുതിയത് അത് വീണ്ടും നമ്മൾ ആ വർക്ക് വന്നപ്പോഴത്തേക്ക് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നു. ആക്ച്വലി ഇവിടെ നെടുമുടി പഞ്ചായത്തിൽ നിന്ന് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. സേവ്. അപ്പൊ നമ്മളൊരു വർക്ക് ആക്ടിവിറ്റി അവിടെ സേവ് ചെയ്യും. അപ്പോ അടുത്തത് വീണ്ടും നമ്മുടെ ആ ഒരു പൈപ്പ് ലൈൻ വർക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ വർക്ക് ആക്ടിവിറ്റി അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ വീണ്ടും ഒരു പ്ലസ് കൊടുത്താൽ നമ്മൾ എന്തിലേക്ക് പോകും, DPR ക്രിയേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു DPR ക്രിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി കംപ്ലീറ്റ് DPR ക്രിയേഷനിലേക്ക് പോകുക. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യമുണ്ട്, ഈ എസ്റ്റിമേറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു പുതിയ എസ്റ്റിമേറ്റ് ആയിട്ട് എടുക്കുകയാണ്, ഒരു ടെംപ്ലേറ്റിൽ നിന്നും ക്രിയേറ്റ് ചെയ്ത എസ്റ്റിമേറ്റ് അല്ല. അപ്പോ ഇനി ഇവിടെ ജനറൽ ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച എന്തൊക്കെയാണോ കാര്യങ്ങൾ എന്നുള്ളത്, ഇതിന്റെ ജനറൽ ഡീറ്റെയിൽസ്, കോൺസ്റ്റിറ്റ്യുവൻസി ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനുണ്ട്. നമുക്ക് അതുകൊണ്ട് ഇപ്പോൾ സമയം നമ്മൾ 1 മണിക്കൂറാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ 9:10 ആവുന്നു. തുടർന്നുള്ളത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് കണ്ടിന്യൂ തുടർന്നുള്ള സെഷൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വയ്ക്കാം. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഷൻ തന്നെ എടുത്തു പോകാം. എങ്കിലേ ഇതൊരു ഒരു കണ്ടിന്യൂസ് പോയിട്ട് ഒരു TS കൊടുത്ത് അതിനെ ഒരു മെഷർമെന്റ് എങ്ങനെ എൻ്റർ ചെയ്ത് ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യാം എന്ന ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ ഫയൽ ക്രിയേഷൻ നമ്മൾ പഠിച്ചല്ലോ. ഹലോ, കേൾക്കാം. അപ്പൊ ഇത് ഈ കാര്യങ്ങളുടെ ഒന്നുകൂടെ എല്ലാവരും ഒന്ന് ഈ ഡെമോ വെർഷനിലോ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പ്രൈസ് പോർട്ടലിലോ സോഫ്റ്റ്വെയറിലോ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടി സഹായകരമായ രീതിയിലാണ് ഈ സെഷൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് ഈ ഡെമോ വെർഷനിൽ ഫയൽ ക്രിയേഷൻ്റെ ഇത് നോക്കുക. ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാം. അടുത്ത ദിവസം മറ്റന്നാൾ തന്നെ അടുത്ത സെഷൻ നമുക്ക് ചെയ്യാം. അതുപോലെ ആരെങ്കിലും നമ്മുടെ ട്രെയിനിങ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ഞാനിവിടെ മെസ്സേജ് ആയിട്ട് ആ ട്രെയിനിങ് ഗ്രൂപ്പിൽ ഇതിടാം, ലിങ്ക് ഇടാം, ജോയിൻ ചെയ്യുക. എന്തായാലും ഇതിനെ തുടർന്നുള്ള സെഷനുകൾ ആ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കാം. എനിക്ക് തോന്നുന്നു മറ്റന്നാൾ സാധിക്കുമോ ഷിയാദ്? സൺഡേ അല്ലേ? സൺഡേ ആണോ? മറ്റന്നാൾ സൺഡേ ആണ്. മൺഡേ. ഓക്കെ. അപ്പൊ മൺഡേ വൈകുന്നേരം നമുക്ക് ഇതിന്റെ 8 മണിക്ക് ഇതിന്റെ ഈ സെഷന്റെ തുടർച്ചയായിട്ടുള്ള സെഷനുകൾ ഉണ്ടായിരിക്കും. ആ സെഷനും നമുക്ക് ഇതുപോലെ വളരെ സ്ലോ ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഇത് കൂടാതെ ഈ സെഷനിൽ വരുന്ന നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച തുടക്കത്തിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് 5 മിനിറ്റിനകത്ത് ഇപ്പോൾ സംശയ നിവാരണത്തിന് ശേഷം വൈൻഡപ്പ് ചെയ്യാം.
സുരേഷ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമസ്കാരം ഷിഹാബെ. നമസ്കാരം സാർ. ഞാൻ ചോദിക്കാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ സാധാരണഗതിയിൽ നടന്നു പോകുന്ന JJM വർക്കുകൾ, അതുപോലുള്ള മേജർ നമുക്ക് ഫിനാൻസ് കിട്ടുന്ന പ്രോജക്റ്റുകൾ, ഗവൺമെന്റ് എയ്ഡഡ് പ്രോജക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ O&M പ്രവർത്തികൾക്കകത്ത് എമാര് എങ്ങനെയാണ് ചെയ്യേണ്ടി വരിക? മീൻസ് ഒരു എക്ക് സെൽഫായിട്ട് ഡിസിഷൻ എടുത്തിട്ട് ഒരു പമ്പ് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ട വരും, അല്ലെങ്കിൽ ഒരു പൈപ്പ് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരും, ഒരു ബ്ലോക്ക് റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ പല പ്രവൃത്തികൾ സെൽഫ് ജനറേറ്റിംഗ് ഉണ്ടാവും. അങ്ങനെ ഉള്ളപ്പം എന്താണ് ചെയ്യേണ്ടതും കൂടി നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് നല്ലതാണ്. കാരണം ഇതിപ്പം ഡിമാൻഡഡ് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അല്ലാത്ത എസ്റ്റിമേറ്റുകളും വേണ്ടി വരും. ഹെഡ് വർക്സിലും ഹെഡ് ഓഫീസുകളിലും ഒക്കെ ഇരിക്കുന്ന എഞ്ചിനീയേഴ്സിന് സെൽഫായിട്ട് ചിലപ്പോൾ സീസ് ഓഫീസിൽ ഇരിക്കുന്ന എമാർക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കേണ്ടി വരും, ഹെഡ് ഓഫീസിൽ ഇരിക്കുന്നവർക്കുണ്ടാവും ഹെഡ് ഓഫീസിൽ. അപ്പൊ അങ്ങനെയുള്ളപ്പം നമ്മൾ O&Mലെ ഹെഡ് എങ്ങനെ എടുത്തു വെച്ചിട്ട് അതിന്റെ AS എങ്ങനെയാണെന്നും കൂടി ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. വളരെ നല്ല കാര്യമാണ്. കാര്യം ഓപ്പറേഷൻ മെയിൻ്റനൻസിന് നമ്മൾ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ വാട്ടർ അതോറിറ്റിയുടെ നമ്മുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഓപ്പറേഷൻ മെയിൻ്റനൻസ് വർക്കുകൾക്ക് ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ഡിവിഷനിൽ വരുന്ന ഓപ്പറേഷൻ മെയിൻ്റനൻസ് വർക്കുകൾക്ക് എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ശരിക്കും യഥാർത്ഥത്തിൽ നമുക്കൊരു ഓരോ സ്കീമുകളുടെയും ഓരോ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റുകൾ അപ്രൂവ് ചെയ്ത് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളുടെ നിയമം അനുശാസിക്കുന്നത്. എങ്കിലും ഓപ്പറേഷൻ മെയിൻ്റനൻസുകൾക്ക് വേണ്ടി അതാത് ഡിവിഷനുകളിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഒരു പ്രൊസീഡിങ്സ് ഓരോ വർഷത്തേക്കും ഒരു പ്രൊസീഡിങ്സ് ആക്കി കൊടുക്കുക. ആ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ മെയിൻ്റനൻസ് വർക്കുകളെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ട് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ. അതായത് സർക്കാർ ഓപ്പറേഷൻ മെയിൻ്റനൻസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കാലാകാലങ്ങളിൽ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ആ കൺസെപ്റ്റ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് അതാത് ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഒരു പ്രൊസീഡിങ്സ് ആക്കിയിടുക. ഈ അടുത്ത ഒരു വർഷത്തെ ഓപ്പറേഷൻ മെയിൻ്റനൻസ് വർക്കുകൾ ഉള്ള അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആസ് പെർ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊസീഡിങ്സ് ഇറക്കിയിട്ടാൽ മാത്രം മതിയാവും നമ്മുടെ ഓപ്പറേഷൻ മെയിൻ്റനൻസുകളുടെ എസ്റ്റിമേറ്റിന്റെ AS ആക്കി നമുക്ക് എടുത്ത് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇത് നമ്മളുടെ പ്രൈസ് 3 തുടങ്ങിയപ്പോൾ വലിയൊരു സംശയമുള്ളതായിരുന്നു. ഓപ്പറേഷൻ മെയിൻ്റനൻസിന്റെ എസ്റ്റിമേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ AS ഒപ്പിക്കും, അല്ല എങ്ങനെ കൊടുക്കും എന്നുള്ളത്. അന്ന് അതൊരു ക്ലിയർ, അന്ന് മാനേജിംഗ് ഡയറക്ടർ നമ്മുടെ വെങ്കടേശ്വരി സാർ ഇരുന്ന സമയത്ത് ഒരു ക്ലിയർ ഡയറക്ഷൻ കൊടുത്തു. ഓപ്പറേഷൻ മെയിൻ്റനൻസ് ഈസ് ദി സോൾ റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ആണ് ഒരു ഡിവിഷന്റെ കീഴിലുള്ള ഓപ്പറേഷൻ മെയിൻ്റനൻസിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പരമമായ അധികാരി, അറേഞ്ച് ചെയ്യാനുള്ള പൂർണ്ണമായ അധികാരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഓപ്പറേഷൻ മെയിൻ്റനൻസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തിരിക്കണം, ആസ് പെർ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് അനുസരിച്ച് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഒരു പ്രൊസീഡിങ്സ് ആക്കി കൊടുത്തിരിക്കുക ഓരോ ഫിനാൻഷ്യൽ ഇയറിലേക്കും. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓപ്പറേഷൻ മെയിൻ്റനൻസിന്റെ എസ്റ്റിമേറ്റുകൾ ഒറിജിനേറ്റ് ചെയ്യാം. പിന്നെ TS കൊടുക്കുമ്പോൾ ഏത് ഡെലിഗേഷനിലാണോ ആ TS പോകേണ്ടത് ആ ഡെലിഗേഷനിൽ അതിന്റെ TS കൊടുത്തിരിക്കുക. അതാണ് നമുക്കിപ്പോൾ ഉള്ള ഒരു കാര്യം. ബിഗിനേഴ്സിന്റെ ഒരു അറിവിലേക്കാണ് അത് പറഞ്ഞത്. ഷിഹാബ്, ഞാനൊന്ന് കൂട്ടിച്ചേർക്കട്ടെ സാർ, പറഞ്ഞു. ഇപ്പോൾ ഒരു ഇതിങ്ങനെ ചെയ്യേണ്ടതാണ്. ഞാൻ ഈ ചോദ്യം ബോധപൂർവ്വം ചോദിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ വരുന്ന കാര്യത്തിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ക്ലബ് ചെയ്ത് CS ഓഫീസിലേക്ക് തന്ന് അവിടെ നിന്ന് AS വാങ്ങി പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചോദിച്ചാണ് ചോദ്യം. അത് നമുക്കറിയാമല്ലോ. അപ്പൊ അതെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഡിലേ വരും ഒരു വർക്കിന്. കാരണം പറഞ്ഞാൽ ക്ലബ് ചെയ്ത AS ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു വരുമ്പോൾ ഫീൽഡിൽ ഇരിക്കുന്ന എഞ്ചിനീയേഴ്സിന് അത് ചെയ്യാനുള്ള സമയം ഒത്തിരി മുന്നേറി പോകും. ഒരു ഇൻഡിപെൻഡന്റ് ഒരിക്കലും ചെറിയ ചെറിയ വർക്കുകൾക്ക് AS മേടിച്ച് ചെയ്യാനാണ് പെട്ടെന്ന് ചെയ്യും. നമ്മളൊരു ഇയർലിയിലേക്ക് വേണ്ടിയിട്ടാണ് AS കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഇയറിലെ മൊത്തം ഒരു വർഷത്തെ മൊത്തം ഡീറ്റെയിൽസ് കോൾ ഫോർ ചെയ്യും. അപ്പൊ നമുക്ക് ചെയ്യേണ്ട ഒരു ചെറിയ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഈ ഒരു വർഷത്തെ മുഴുവൻ തയ്യാറാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ആണ് ഞാൻ ഷിഹാബിനോട് ചോദ്യം പ്രത്യേകം ചോദിച്ചത്. അപ്പൊ ഷിഹാബ് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫീൽഡിലിരിക്കുന്ന എഞ്ചിനീയേഴ്സ് അതൊന്ന് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങളുടെ സമയം ലാഭിക്കാം. ഓക്കെ ഷിഹാബ്, താങ്ക് യു. അതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ മറ്റൊരാളുടെ ഉത്തരവാദിത്തങ്ങളിലോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് നമ്മൾ വളരെ വിദഗ്ധരാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യുന്നില്ല, വേറെ ഒരാൾ ചെയ്യുന്നെങ്കിൽ തന്നോട്ടെ എന്നുള്ളതാണ്.
യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നുള്ള പവർ വളരെ വലിയ പവറുള്ള ഒരു പോസ്റ്റാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അപ്പൊ ആ ഒരു പോസ്റ്റിലെ പവർ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഇത് അന്ന് നമ്മുടെ MD ആയിരുന്ന വെങ്കടേശ്വര സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. ഇത്രയും നാള് നിങ്ങൾ ഏത് AS വെച്ചിട്ടാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത് എന്നാണ് സാർ ചോദിച്ചത്. മെയിൻ്റനൻസിന്റെ അതിനു മുമ്പ് നമ്മൾ പേപ്പർ വഴിയും പ്രൈസ് ഫണ്ട് വഴിയും എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏത് AS വെച്ചിട്ടാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത്? അത് AS ഒന്നുമില്ല, മെയിൻ്റനൻസ് ആയിട്ട് അങ്ങനെ അങ്ങ് ചെയ്യും. അപ്പൊ അങ്ങനെ തന്നെ ഇങ്ങനെയും ചെയ്താൽ മതി എന്നാണ് അന്ന് സാർ പറഞ്ഞത്. അതുകൊണ്ട് ഓർഡർ പ്രൊസീഡിങ്സ് ഇറക്കുക, അങ്ങനെ നമ്മൾ ഡയറക്ഷൻ, അങ്ങനെ ഹെഡ് ഓഫീസിന് ഡയറക്ഷൻ കൊടുത്തിട്ട് പിന്നെ ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് RC ആണെങ്കിൽ പോലും, റണ്ണിങ് കോൺട്രാക്ടേഴ്സിന്റെ കോൺട്രാക്ട്സിന്റെ എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു AS ഉണ്ട് എന്നുള്ള, അങ്ങനെ ഒരു ASന്റെ പ്രൊസീഡിങ്സ് വാങ്ങിച്ച് അത് അപ്ലോഡ് ചെയ്ത് നമുക്ക് എസ്റ്റിമേറ്റ് ഒറിജിനേറ്റ് ചെയ്യാം. സാർ ചോദിച്ചത് എന്തായാലും വളരെ നല്ല കാര്യമായിരുന്നു. ബാക്കിയുള്ളവർ ചോദിക്കാം. എന്തെങ്കിലും നിങ്ങളുടെ ഈ സെഷനിൽ നിങ്ങളിപ്പം കുറച്ചുപേരൊക്കെ ലോഗിൻ ചെയ്ത് തുടങ്ങി കാണും, പ്രൈസ് 3 ഒക്കെ ഉപയോഗിച്ച് വരുന്നുണ്ടാവും. ആ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത സെഷനുകൾ ചോദിക്കാം. ഈ കൈകാര്യം ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ, പാസ്വേഡ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം. എല്ലാവർക്കും പ്രൈസ് 3 ID ഒക്കെ കിട്ടി ഉപയോഗിച്ച് തുടങ്ങിയോ? എനിക്കൊന്ന് ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ പെൻ നമ്പർ ആവാത്തവരുണ്ട്. അവർക്ക് പലർക്കും പ്രൈസ് 3 യൂസ് ചെയ്യുന്നതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരാൾ കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്തവരെ ചോദിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൈസ് യൂസ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അല്ല, പെൻ നമ്പർ അലോട്ട് ചെയ്യാത്തത് കൊണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഈ